الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കാനും കേൾക്കാനും പഠിക്കാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും ഈ സമയത്തെ ചെലവഴിക്കുന്നതുമെല്ലാം നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്രമമായി സുഹൃതമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ 11ാമത്തെ നോമ്പ് പൂർത്തീകരിക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് നാം ഏവരുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാനിനെ പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ വിജ്ഞാന വേദിയിൽ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശമായിട്ടുള്ളത്. കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തെ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. പിതാവിൻ്റെ സ്ഥാനം വഹിക്കുന്നവരുണ്ട്, മാതാവിൻ്റെ സ്ഥാനം വഹിക്കുന്നവരുണ്ട്, മക്കളും ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളുമായി വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും കുടുംബത്തിൽ നിന്ന് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബജീവിതം എന്ന
ഒരാൾ ചോദിച്ചാൽ അതിന് നമ്മൾ പറയുക അൽഹംദുലില്ലാഹ് റാഹത്താണ് എന്ന് പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും ഈ പുറത്ത് കാണുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒന്നും അത്ര കണ്ട് ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത നമ്മുടെ കുടുംബമാണ്. നമ്മുടെ ഭാര്യയുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ, ഭർത്താവിൻ്റെ അരികിലെത്തുമ്പോൾ, മക്കളെ കാണുമ്പോഴാണ് ആത്യന്തികമായി നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ദൂരപ്രദേശത്തേക്കൊരു യാത്ര പോകാൻ അവസരം കിട്ടി. അവിടെ നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തേക്കാൾ നല്ല ഭക്ഷണവും വീട്ടിലെ സൗകര്യത്തേക്കാൾ നല്ല സൗകര്യവും വീട്ടിൽ ലഭിക്കുന്ന നല്ല പരിചരണത്തേക്കാൾ മികച്ച പരിചരണവും അവിടെ കിട്ടിയാലും നമ്മുടെ വീട്ടിലേക്കെത്താൻ വീടണയാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. വീട്ടിലെ സൗകര്യം കുറവാണെങ്കിലും പരിചരണം വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ലെങ്കിലും വീടെത്തണമെന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വീടാണ് അവരുടെ മുഴുവൻ ചിന്തയും. ഒരു സഹോദരി വീട് വിട്ടിറങ്ങാൻ എത്രമാത്രം വീട്ടിൽ കാര്യങ്ങൾ ഒരുക്കി എല്ലാം അടക്കി തുറക്കി എടുത്തു വെച്ചാൽ ഇവിടെ വന്നിരുന്നാൽ പോലും ഇനി വീട്ടിലെത്തിയാൽ എന്താണ് പണി ബാക്കിയുള്ളത് എന്നാണ് ചിന്തിക്കുക. എന്നാൽ സഹോദരങ്ങളെ, ഈ വീടിനെ, ഈ കുടുംബത്തെ എത്രത്തോളം നമുക്ക് സ്വർഗത്തിലേക്ക് വേണ്ടി ഒരുക്കാൻ തയ്യാറെടുക്കാൻ, അല്ലെങ്കിൽ പുറത്തു കാണുന്ന സന്തുഷ്ട ജീവിതം, സമാധാന ജീവിതം എന്ന് പറയുന്നത് ഉള്ളിൽ എത്രത്തോളം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ശരിക്കും നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും വീണ്ടും വിചാരം നടത്തുകയും ചെയ്യേണ്ടതാണ്. ദുനിയാവിലൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തേക്കാൾ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം ഈ ലോകത്തില്ല. ഒറ്റക്ക് കഴിയുക, ഇണകളില്ലാതെ തുണകളില്ലാതെ ഒറ്റക്ക് കടിച്ചുകൂട്ടുക എന്നത് കുറച്ചു കാലമൊക്കെ അങ്ങനെ പോകുമെങ്കിലും കുറച്ച് നാളെത്തിയാൽ തന്നെ ഒന്ന് താങ്ങിയെടുക്കാൻ, അവസാന നേരം ഒരു വെള്ളം തരാൻ ഒരാൾ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വൃദ്ധമാതാക്കളിൽ ഒരാൾ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് അവർ കാലെടുത്തു പോകും. അതെന്തിന് എന്ന് ചോദിച്ചാൽ ഒറ്റപ്പെടലിൻ്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രം പറയാൻ കഴിയുന്നതാണ് എന്ന് അവർ നമ്മോട് പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മോട് ദീന് എങ്ങനെയാകണം നമ്മുടെ കുടുംബം, ആ കുടുംബത്തെ നമ്മൾ എങ്ങനെയാകണം കൊണ്ടു നടക്കേണ്ടത്, അതിനെവിടേക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുക്കേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൂറിൻ്റെ 25-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാരുടെ ചില സംസാരം പറയുന്നുണ്ട്. അവർ പരസ്പരം സ്വർഗത്തിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ചില വാചകങ്ങൾ. അത് ഇപ്രകാരമാണ്: وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ قَالُوا إِنَّا كُنَّا قَبْلُ فِي أَهْلِنَا مُشْفِقِينَ فَمَنَّ اللَّهُ عَلَيْنَا وَوَقَانَا عَذَابَ السَّمُومِ وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർഗത്തിൽ എത്തപ്പെട്ടത് എന്ന്. എങ്ങനെ?
സ്വർഗത്തിലെത്താനുള്ള കാരണമെന്ത് എന്ന് സ്വർഗക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അവർ പറയുന്ന മറുപടി എന്താണ്? ഖാലു, അവർ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്രികീൻ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഭയഭക്തിയുള്ള സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു, ഞങ്ങൾ തഖ്വ കൈകൊണ്ട ആളുകളായിരുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, അതുകൊണ്ട് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചു, അല്ലാഹു ഞങ്ങൾക്ക് സ്വർഗം നൽകി. വവഖാനാ അദാബസ് സമൂം, സമൂം എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അവർ സ്വർഗക്കാരോട് എന്തേ നിങ്ങൾ ഇവിടെ വന്നു ചേരാൻ കാരണമായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പോലും അവർ പറയുന്നത്, ഞങ്ങൾ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയഭക്തിയുള്ള സൂക്ഷ്മതയുള്ള തഖ്വയുള്ള ആളുകളായിരുന്നു എന്നാണ്. സൂറത്തുൽ റഅദിൽ അല്ലാഹു പറഞ്ഞത് അതിനേക്കാൾ മനോഹരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ, ആ സ്വർഗ്ഗത്തിന്റെ തോപ്പുകളിൽ പ്രവേശിക്കുന്ന ആളുകളുടെ പ്രത്യേകത പറയാൻ, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സ്വർഗ്ഗത്തിന്റെ തോപ്പുകളിൽ കഴിയുന്ന ആളുകളാണ് വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ നല്ല പിതാക്കൾ, നല്ല നല്ല പിതാക്കളാണ് അവിടെ പോവുക. വഅസ്വാജിഹിം, അവരുടെ നല്ല ഇണകൾ. വദുരിയാതിഹിം, അവരുടെ നല്ല സന്താനങ്ങൾ. അവരെ മലക്കുകൾ അങ്ങോട്ട് വിളിക്കുന്ന എല്ലാ കവാടത്തിലൂടെയും മലക്കുകൾ അവരോട് വിളിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സലാമുണ്ട്, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ ഫലമായി ഈ ലോകത്തിന്റെ പര്യവസാനം എത്ര നല്ലതാണ് എന്ന് പറയപ്പെടുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തപ്പെടാനുള്ള കാരണം കുടുംബത്തിൽ ഭയഭക്തിയുള്ള സൂക്ഷ്മതയുള്ള ആളുകളായി മാറിയൊന്ന്. ആ സ്വർഗത്തിലേക്ക് തന്നെ മലക്കുകൾ സ്വാഗതം ചെയ്യുന്നത് നല്ല നല്ല പിതാക്കന്മാരെ, നല്ല ഇണകളെ, നല്ല സന്താനങ്ങളെ, അവർക്കാണ് മലക്കുകൾ അങ്ങോട്ട് സ്വാഗതം അരുളുന്നത് എന്നാണ്. അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ എന്തുണ്ടാകണം? ദീനുണ്ടാകണം എന്നതാണ് ഏറ്റവും ആത്യന്തികമായി അടിസ്ഥാനപരമായി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടി പേടിച്ച് പനി പിടിച്ച് കിടക്കുന്ന ആ അവസ്ഥയിൽ എണീറ്റ് താക്കി നൽകാൻ വേണ്ടി പറയുമ്പോൾ പോലും വഅൻദിർ അശീറത്തക്കൽ അഖറബീൻ എന്നാണ്. ഒറ്റ ബന്ധുക്കളോട്, കുടുംബത്തിനോട് എന്താണ് പറയേണ്ടത്? ദീനാണ് പറയുന്നത്. നമ്മൾ കുടുംബസംഘം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, മധുരം കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയും. പക്ഷെ എന്തേ പറയാതിരിക്കാൻ? ദീനാണ്. ആ ദീന് പറഞ്ഞിട്ട് ഈ കുടുംബത്തിലൊരു പ്രശ്നം വേണ്ട എന്ന് ചിന്തിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ആദ്യം നിങ്ങൾ ദീന് നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കണമെന്നതാണ്. അഥവാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ, അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിക്കുന്ന ഒരു ഭർത്താവ്, അതനുസരിച്ച് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന മക്കൾ, ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലേ നമുക്ക് കൃത്യമായ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന ഭൗതികമായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു ദിവസത്തെ വാർത്ത നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ കുടുംബപരമായി അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളായിരിക്കാം. മക്കളാൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുടെ വാർത്തകൾ നമ്മൾ കാണലുണ്ട്. ഒളിച്ചോട്ടങ്ങൾ ഇന്നൊരു തുടർക്കഥയാണ്. മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനും MDMA-ക്കും അടിമപ്പെടൽ എന്നത് ഇന്നൊരു വാർത്തയല്ലാതെയായി സമൂഹത്തിൽ മാറിയതാണ്. അതുപോലെ തന്നെ പീഡനങ്ങളും ഒളിച്ചോട്ടങ്ങളും അവിശുദ്ധ ബന്ധങ്ങളും, അതിനാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നവരും പല കള്ളക്കേസിൽ പെടുന്നവരും തുടങ്ങി എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇതിനെല്ലാം ആത്യന്തികമായ പ്രശ്നം എന്തെന്ന് വെച്ചാൽ എന്താണ്? ദീനില്ലാത്തത് കൊണ്ടാണ്, മതബോധമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ ദീനെന്ന് പറഞ്ഞാൽ? അത് നമ്മൾ മുറുകെ പിടിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരില്ല.
സ്വർഗ കവാടത്തിന്റെ മുന്നിൽ പറയുന്ന ഒരു വാചകം, ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കയറിക്കൊള്ളൂ. എങ്ങനെ? അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ എന്നാണ്. നിങ്ങൾ കുടുംബസമേതം ആ സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളൂ. ഇതാർക്ക് കിട്ടുള്ളൂ? വിശ്വാസമുള്ള ഈമാനുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ, അവർ വിശ്വാസപൂർവം അമലു സ്വാലിഹാത്തുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത് നൽകിയ വാഗ്ദാനം ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, നല്ല ജീവിതം ഞാൻ നിങ്ങൾക്ക് നൽകാം. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഒരു ആണും പെണ്ണും വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസിനിയാണെങ്കിൽ അവർക്ക് നല്ല ജീവിതം നൽകാം. അതെവിടെ? പരലോകത്ത് മരിച്ചിട്ട് ചെന്നിട്ടല്ല, ഇവിടെ കിട്ടുന്നവർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനം പറഞ്ഞത് വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് ഇതിനേക്കാൾ നല്ലത് അല്ലാഹു നാളെ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അവർ സ്വർഗ്ഗവും കിട്ടും, ഈ ലോകത്തെ നല്ല ജീവിതം കിട്ടും. എന്ത് വേണം? മൻ അമില സ്വാലിഹ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. മൻ അമില സ്വാലിഹ, ആരാണ് സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നത്, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, വിശ്വാസപൂർവ്വം. അപ്പൊ കുടുംബ ജീവിതത്തിൽ എന്തേ വേണ്ടെന്ന് വെച്ചാൽ, ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അവന്റെ വിധികൾ വിലക്കുകൾ പാലിക്കുന്ന, അവന്റെ വിരോധങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ഭാര്യയായി, ഇണയായി, മക്കളായി, മാതാപിതാക്കളായി മാറാൻ നമുക്ക് കഴിയണം. അപ്പൊ പിന്നെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി, പ്രയാസം വന്നാൽ പോലും ക്ഷമിക്കാനും സഹിക്കാനും അവർക്ക് സാധിക്കും. കാരണം ഇത് ക്ഷണികമായ ഒരു കാലഘട്ടമാണ് എന്നവർ തിരിച്ചറിയും. നാളെ പരലോകമാണ് ഞങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്ന് അവർ ബോധ്യപ്പെടും. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു, പ്രവാചകന്റെ കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? നല്ല സൗകര്യം ഉണ്ടായിട്ടാണ്. നമ്മൾ പറയും പിന്നെ ഈ ഭൗതിക ജീവിതത്തിന്റെ ആണിക്കല്ല് സമ്പത്താണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഭൗതിക ജീവിതത്തിന്റെ ആണിക്കല്ലായി നമ്മൾ കാണുന്ന സമ്പത്ത് എത്രയോ ഉണ്ടായിട്ട് പോലും അവസാനം ഒരു കയറിലോ വിശക്കുപ്പിയിലോ ജീവിതം അവസാനിപ്പിക്കുന്ന കോടീശ്വരന്മാരുടെ കണക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൂടുതലാണ്. അപ്പൊ സന്തോഷത്തിന്റെ അടിസ്ഥാനം സമ്പത്തല്ല. കുറെ സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് സന്തോഷം ഉണ്ടാകുമോ? അതുമില്ല. തറവാടിത്തം ഉണ്ടായതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ടാകുമോ? അതുമില്ല. അവിടെയാണ് നമ്മോട് ദീന് പറഞ്ഞത്, നിങ്ങളൊരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പോലും ആത്യന്തികമായി നിങ്ങൾ നോക്കേണ്ടത് മതബോധമാണ് എന്നാണ്. അപ്പൊ പിതാക്കളോട് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മതബോധമുള്ള സൽസ്വഭാവമുള്ള ഒരു പുരുഷൻ, ഒരു യുവാവ് നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം. ജോലി ഉണ്ടോന്ന് ആദ്യം നോക്കല്ല, അവന്റെ നാട് എവിടെ, അങ്ങോട്ട് വണ്ടി സൗകര്യം ഉണ്ടോ നോക്കല്ല. രണ്ട് കാര്യം പറഞ്ഞത്, മതബോധവും വേണം, സംസ്കാരം ഉണ്ടാകണം, അതുപോലെ തന്നെ അവന് സ്വഭാവ രംഗം നന്നായിരിക്കണം. എങ്കിൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിലോ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ അത് കടന്നു വരുന്നതാണ്. ഒരു പുരുഷനോട് വിവാഹത്തിൽ ജീവിതത്തിലേക്ക് ആരെടുത്ത് വെക്കുമ്പോൾ എന്താ പറഞ്ഞത്? 4 കാര്യങ്ങളാൽ സമൂഹത്തിൽ വിവാഹം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? പല നിക്കാഹ് ഖുതുബയിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ്. അവളുടെ തറവാടിത്തം നോക്കി, സമ്പത്ത് നോക്കി, സൗന്ദര്യം നോക്കി, അതേപോലെ തന്നെ സൗന്ദര്യം നോക്കിയിട്ടൊക്കെ കല്യാണം നടക്കുന്നുണ്ട്, ദീന് നോക്കിയിട്ട് കല്യാണം നടക്കുന്നുണ്ട്. അത് ഏറ്റവും ആത്യന്തികമായി മുറുകെ പിടിക്കാൻ പറഞ്ഞ നിങ്ങൾ ദീനിന് പ്രാധാന്യം കൊടുക്കണം. ആ ഹദീസുകൾ വിശേഷിക്കും പണ്ഡിതന്മാർ പറയാൻ, ആ ദീന് എന്നതിന്, ആ 4 കാര്യങ്ങളിൽ ദീന് എന്നതിന് നിങ്ങൾ 1 എന്നിട്ട് കൊടുക്കുക. അത് മതി, 1 കിട്ടിയാൽ മതി. സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, തറവാടിത്തമില്ലെങ്കിലും കുഴപ്പമില്ല, സമ്പത്തില്ലെങ്കിലും കുഴപ്പമില്ല. ദീനുണ്ടെങ്കിൽ ആ ജീവിതം സ്വസ്ഥമായിരിക്കും, സമാധാനം. ഇനി ഒരു പെണ്ണിന് സമ്പത്തുണ്ടെങ്കിലോ ആ 1ന്റെ അപ്പുറത്തൊരു 0 കൊടുക്കുക. 10. സൗന്ദര്യം ഉണ്ടെങ്കിൽ 10. ഇനി ആ പെണ്ണിന് സമ്പത്തുണ്ടെങ്കിലോ വീണ്ടും 0 കൊടുക്കുക, അപ്പൊ 100. തറവാടിത്തുണ്ടെങ്കിലോ വീണ്ടും 0 കൊടുക്കുക, അപ്പൊ 1000. ഇനി സഹോദരങ്ങളിൽ ഒന്നാമത്തെ ദീന് പോയാലോ പിന്നെ ബാക്കി 3 എന്താണ്? 0. കാര്യം പറയാം ഇല്ല.
പിന്നെ എന്തിനായിട്ടും കാര്യമില്ല. നല്ല ഭംഗിയുള്ള പെണ്ണാണ്, പക്ഷെ സഹോദരങ്ങളെ അവളിൽ നിന്ന് നല്ല വാക്കുകളല്ല ഇങ്ങോട്ട് ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതല്ല കിട്ടുന്നതെങ്കിൽ, ഒരു നിലക്കും നമ്മുടെ ജീവിതത്തെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ദീനിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതിനെന്ത് വേണം? ഞാൻ നല്ലൊരു ഭർത്താവായി മാറണം, എൻ്റെ ഇണ നല്ലൊരു ഭാര്യയായി മാറണം, അവർ ദീനിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പാലിച്ച് അത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായി മാറണം. ഇവിടെയാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ എങ്ങനെയാണ് ഏറ്റവും നല്ല ഭർത്താവാകുക? ആരെയാണ് നമ്മൾ മാതൃകയാക്കുക? ലോകത്ത് ഏറ്റവും നല്ല ഭർത്താവിനുള്ള അവാർഡ് കിട്ടാത്ത ഒരാളുണ്ട് ഇവിടെ. പക്ഷേ വിശ്വാസികളുടെ മനസ്സിൽ അവർ എന്നും സ്ഥാനം കൊടുത്തൊരു നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനേക്കാൾ ഒരു നല്ല ഭർത്താവിനെ നമുക്ക് ലോകത്ത് എവിടെയും തിരഞ്ഞാൽ കിട്ടൂല. ഏറ്റവും മാന്യമായി എങ്ങനെയാണ് കുടുംബത്തെ നയിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരിക മാത്രമല്ല, വാക്കുകൾ കൊണ്ട് അതിനപ്പുറത്ത് ജീവിതത്തിൽ ജീവിച്ച് കാണിച്ച് തെളിയിച്ച് തന്നു പോയ ആളാണ്. പേരക്കുട്ടികളോട് എങ്ങനെയാകണം, മറ്റു കുട്ടികളോട് എങ്ങനെയാകണം, അയൽവാസികളോട് എങ്ങനെയാകണം, തൻ്റെ അനുചരന്മാരോട് എങ്ങനെയാകണം, ഭാര്യമാരോട് എങ്ങനെയാകണം. പ്രവാചക ഭക്തിമാർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രഭാത പ്രാർത്ഥനകളും മറ്റൊക്കെ കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെയും ഹുജ്റയിലേക്ക് ചെല്ലുന്നതാണ്. എന്നിട്ട് അവരോട് സലാം പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നിട്ട് റസൂൽ തിരിച്ചു പോകുന്നതാണ്. വൈകുന്നേരമായാൽ അവരുടെ കൂടെ ചേർന്നിരുന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാൻ വേണ്ടി സമയം കൊടുത്തിരുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കണം, ഏറ്റവും നല്ല മാന്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായം പറയേണ്ടതാണ്. മാന്യൻ ആരാന്ന് വെച്ചാൽ എന്താ പറയുന്നത്? പല അഭിപ്രായം നമുക്കുണ്ടോ? നമ്മളൊരു പള്ളിയിലുള്ള ഒരാൾ നല്ല മനുഷ്യനാണ്, പള്ളിയിൽ സ്ഥിരം വരും, നല്ല മാന്യനാണ്. കച്ചവടം നടത്തുമ്പോൾ നല്ല മാന്യതയാണ്, ഒരിക്കലും അളവിലും തൂക്കത്തിലൊന്നും ഒരു തട്ടിപ്പോ വെട്ടിപ്പോ നടത്തുന്നില്ല. സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ മാന്യതയുടെ സൽസ്വഭാവത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞറിയോ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. നിങ്ങൾ ഏറ്റവും നല്ല ഈമാനുള്ളവൻ ആരാണ്? നല്ല സൽസ്വഭാവമുള്ളവരാണ്, നല്ല സ്വഭാവം. എന്നിട്ട് ആ സ്വഭാവം എവിടെയാണ് തെളിയേണ്ടത്? ആ സ്വഭാവം ആരോടാകണം? പള്ളി കമ്മിറ്റിയിലെ മാന്യനല്ല യഥാർത്ഥ മാന്യൻ, ജോലിസ്ഥലത്തിലെയോ ഓഫീസിലെയോ മാന്യനല്ല യഥാർത്ഥ മാന്യൻ. ഏറ്റവും നല്ല സ്വഭാവം തെളിയേണ്ടത് ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മനോഹരമായി വർത്തിക്കുന്നവർ, ഏറ്റവും ഭംഗിയായി പെരുമാറുന്നവർ, വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നന്മയിൽ അവരോട് സംസാരിക്കുന്ന വർത്തിക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിച്ച് കാണിച്ചു. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു, കാന ഖുൽഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. നമ്മുടെ ഭാര്യമാരോട് ചോദിക്കുകയും നിങ്ങളെ ഭർത്താവിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നത്? ഖുർആനാണെന്നാണോ അതല്ല അതിനപ്പുറം വേറെ എന്തെങ്കിലും ഗ്രന്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവമാണെന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചരിത്രത്തിൽ കാണുന്ന കുറേ രംഗങ്ങളുണ്ട്. പള്ളിയിലെ ഖത്തീബാണ്, ഇമാമാണ്, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം രംഗങ്ങൾ റസൂലുള്ളാഹി നമ്മൾ എടുത്തു വെക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം ഭാര്യയുടെ കൂടെ ഓടുന്ന റസൂലുള്ളാഹി, ഓട്ട മത്സരം വെക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം വെച്ചിട്ടുണ്ട്. നമുക്കത് കണ്ണ് കാണാൻ കഴിയും, നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈ തിരക്കുകൾക്കിടയിൽ ഭാര്യയുടെ കൂടെ കളിക്കുന്ന റസൂലുള്ളാഹി. അബസീനിയക്കാരായ ആളുകൾ മദീന പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് ആയുധ പ്രയോഗങ്ങളും അവര് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ തോളിൽ തല വെച്ചിട്ട് അതിങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ആയിഷ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട്, ഭാരം കൂടിയിട്ട്. ആയിഷ പറയുന്നത് ഞാൻ വിട്ടുകൊടുത്തില്ല,
എനിക്ക് ആ സ്നേഹം അറിയാൻ, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ നിന്ന് കുറേ സമയം. പക്ഷെ ഒരു വാക്ക് പോലും റസൂലുള്ളാഹി ആയിഷ മതി എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് എത്രത്തോളം അവിടെ കാണാൻ ഇഷ്ടമുണ്ടോ അത് മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി തന്റെ തോൾ ഭാഗം അവിടെ വെച്ച് കാണിച്ചു തന്നതാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് പോകാൻ, ആ യുദ്ധം കഴിഞ്ഞ് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വഹാബികളോട് പറയണം, സ്വഹാബികൾ നിങ്ങൾ മുന്നിൽ നടന്നോ, ഞാനും ആയിഷയും വന്നു. എന്നാൽ ആയിഷയോട് ചോദിക്കണം, റളിയല്ലാഹു അൻഹാ, ആയിഷ നമുക്കൊന്ന് ഓട്ട മത്സരം വെച്ചാലോ, ഓട്ട മത്സരം വെച്ചാലോ? ആയിഷ തയ്യാറായി, രണ്ടാളും ഓടി. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ജയിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞ് മറ്റൊരു യാത്ര കഴിഞ്ഞു പോകാൻ. ആ യാത്ര കഴിഞ്ഞ് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, ആയിഷ ഇന്ന് നമുക്കൊന്ന് ഓടിയാലോ? രണ്ടാളും വീണ്ടും തയ്യാറായി ഓടി. അന്ന് ആയിഷ ബീവി തോറ്റു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയിച്ചു. സ്വാഭാവികമായും സ്ത്രീകൾ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു കരയും. അവർ റസൂലുള്ളാഹി പരിഹസിക്കല്ല, കളിയാക്കിയല്ല ചെയ്തത്. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ അന്ന് നീ എന്നെ പരാജയപ്പെടുത്തി, ഇന്ന് ഞാൻ നിന്നെയും പരാജയപ്പെടുത്തി, അതുകൊണ്ട് ആരും ജയിച്ചിട്ടില്ല. നമ്മളാണെങ്കിലോ അന്നുള്ളതിൻ്റെ പകരമാണ് ഇന്ന് വെട്ടിയത്. നമ്മൾ വെട്ടിമുറിക്കാനും പകരം കൂട്ടാനും കാത്തിരിക്കുന്ന മനസ്സാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹി ഉണ്ടാവും, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിലുണ്ട്. എന്താ പ്രവാചകന്റെ ഡ്യൂട്ടി? ഭാര്യയെ സഹായിക്കാൻ, ഭാര്യയെ സഹായിക്കാൻ. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വസ്ത്രം അലക്കിയിരുന്നു, ചെരുപ്പ് കഴുകിയിരുന്നു, ഭക്ഷണം പാകം ചെയ്തിരുന്നു. പള്ളിയിൽ നിന്ന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ അവിടേക്ക് പോയിരുന്നു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മനോഹരമാണ്, സുന്ദരമാണ്. അത് നമുക്ക് ജീവിച്ച് കാണിച്ചെളിച്ചതാണ്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മാത്രമാണോ? നമുക്കെല്ലാവർക്കും നമ്മളെ വിവാഹം കഴിഞ്ഞ ഡേറ്റ് ഓർമ്മ ഉണ്ടാവും. 2026 ഈ 3-ാമത്തെ മാസത്തിന്റെ 1-ാമത്തെ ഡേറ്റ് നമ്മൾ ഓർക്കാം. എത്ര വർഷം ഉണ്ടാവും, എത്ര മാസം ഉണ്ടാവും? ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു ഹദീസിന്റെ പരിധിയിൽപ്പെട്ട ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്താണെന്നറിയോ? റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ലാ വഅയ്കല ഇംറഅതഹു. ഒരു മനുഷ്യനതാ രാത്രി എഴുന്നേൽക്കുകയും അവൻ നമസ്കരിക്കുകയും ചെയ്തു, എന്നിട്ട് അവന്റെ ഭാര്യ അവനെ വിളിച്ചുണർത്തി. അങ്ങനെ വിളിച്ചുണർത്തി അവൾ വിസമ്മതിക്കുകയാണെങ്കിൽ അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചു. രാത്രി നമസ്കാരത്തിന് വേണ്ടി ഭർത്താവ് എഴുന്നേറ്റ് ആ ഭർത്താവ് നമസ്കരിച്ച് ഭാര്യയെ വിളിച്ചപ്പോ ഭാര്യ വിസമ്മതിക്കണം. ആ ഭാര്യയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് ആ ഭർത്താവ് എഴുന്നേൽപ്പിച്ചു. ആ ഭർത്താവിന് എന്തുണ്ടാകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത്? കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്നാണ്. ഇങ്ങനത്തെ എത്ര ഭർത്താക്കന്മാർ നമ്മുടെ ഈ ഇരുത്തത്തിൽ, നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ട് നമ്മൾ ശരിക്കും ആലോചിക്കും. എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു മധുരമുള്ള ഓർമ്മ, നമ്മൾ നമസ്കരിച്ചിട്ട് ഭാര്യനെ വിളിച്ചൊരു ഓർമ്മ ഉണ്ടാവും. തിരിച്ചും പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണ് അല്ലാഹു കാരുണ്യം നൽകട്ടെ, ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്തു വഅയ്കലത്തു സൗജഹാ. അവൾ നമസ്കരിച്ച് ഭർത്താവിന് വെള്ളം എഴുന്നേൽപ്പിക്കുകയാണ്, എന്നിട്ട് വെള്ളം കുടഞ്ഞ് വിളിക്കുകയാണ്. ആ പെണ്ണിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പള്ളിയിൽ ക്ലാസ് കേൾക്കുന്ന എത്ര സഹോദരിമാർക്ക്, എത്ര ഭാര്യമാർക്ക്, ഇണകൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. ആ പ്രവാചകന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും ദീനും ഒക്കെ ഒരുമിച്ച് പോയതാണ്. ഒരുമിച്ച് നമസ്കരിക്കുന്ന, അതേപോലെ തന്നെ ഒരുമിച്ച് കളിക്കുന്ന, സന്തോഷം പങ്കിടുന്ന. ഇപ്പൊ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നിട്ട് സ്വഹാബികൾ പറഞ്ഞ റസൂലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ വിശപ്പ് മാറുന്നില്ല. റസൂൽ എന്താ പറഞ്ഞേ? നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മുടെ ഭാര്യമാരുടെ കൂടെയാണോ ഒരുമിച്ചിരുന്ന് കഴിക്കലല്ല. എല്ലാം കഴിഞ്ഞ് പാത്രം അടിച്ച് ഒക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് എന്തിക്കാം സ്ത്രീകൾ ഭക്ഷണം കഴിക്കുക. അല്ല, കുടുംബമാകുമ്പോൾ അതിൽ ഇണക്കുണ്ടാകണമെങ്കിൽ, സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തിയാൽ ആദ്യം എന്താണ് ചെയ്യുക? റസൂലുള്ളാഹി വീട്ടിലെത്തി ആദ്യം എന്ത് ചെയ്യാം? സലാം ചൊല്ലി, അല്ലെ, ബിസ്മി ചൊല്ലി വീട്ടിൽ കയറിയാൽ ആദ്യം ചെയ്യുന്ന എന്താണ്? അതേപോലെ എന്താ ചെയ്യാം? പല്ല് തേക്കുന്നുണ്ട്. സലാം ചൊല്ലി ബിസ്മി ചൊല്ലി വീട്ടിൽ കയറിയാൽ ആദ്യം പല്ല് തേക്കും.
ഞാൻ ആദ്യം പല്ലിയേക്കണം. രാവിലെ നേരിട്ടല്ല, ഉറങ്ങാൻ പോകല്ല. അത് ഭാര്യയോടുള്ള ഒരു മര്യാദ കാണിക്കണം. കാരണം ഈ യാത്രാമധ്യം അല്ലെങ്കിൽ യാത്രയിൽ വായക്ക് ഗന്ധം വന്നിട്ടുണ്ടാവും. ആ വീട്ടിൽ പിന്നെ സംസാരിക്കാൻ ഭാര്യയുണ്ട്. അതുകൊണ്ട് അവളോട് അടുക്കുമ്പോൾ, അവളുമായി സംസാരിക്കുമ്പോൾ ഒരു ദുർഗന്ധം നിന്ന് അവൾക്ക് ഉണ്ടാകരുത്. മനസ്സിലാണോ? അതുകൊണ്ട് വീട്ടിലെത്തിയാൽ ആദ്യം പല്ല് തേച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകമായി വസ്ത്രം ധരിച്ചു, സുഗന്ധം ഉപയോഗിച്ചു. അപ്പോൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ വേഷത്തിൽ, അവന്റെ പെരുമാറ്റത്തിൽ, അവന്റെ വാക്കുകളിൽ നല്ല മധുരമായ വാക്കുകളും അതുപോലെ തന്നെ വേഷത്തിൽ മാന്യമായ വേഷവും അത് ആളുകൾക്ക് സ്വന്തം ഭാര്യയ്ക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മുടെ സ്ത്രീകൾ നമ്മുടെ അടുക്കലേക്ക് എങ്ങനെയാണോ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാകണം നമ്മൾ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് എന്നാണ്. നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരു പള്ളിയുടെ പരിധിയിലുള്ള ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ സുഗന്ധം ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ നല്ല വസ്ത്രം ധരിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ കുളിക്കേണ്ടി വരും, ശുദ്ധി പാലിക്കേണ്ടി വരും, മായ വൃത്തിയാക്കേണ്ടി വരും. ഈ പുക വലിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആലോചിക്കുക, അവർ ഏറ്റവും വലിയ ക്രൂരതയാണ് സ്വന്തം ഭാര്യമാരോട് ചെയ്യുന്നത്. നിങ്ങൾ കറാഹത്താണ്, ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഹറാമു തന്നെയാണ്. എന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യയോട് കാണിക്കുന്ന ഒരു ക്രൂരത, എന്തൊരു ദുർഗന്ധമാണ്. അവളുമായി സംസാരിക്കുമ്പോൾ എന്തൊരു നാറ്റമാണ് അനുഭവിക്കുന്നത്. സ്വന്തം മക്കളൊന്ന് ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോൾ ആ മക്കൾ എത്ര പ്രയാസത്തിനാണ്. അവൻ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ കുടുംബ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കേണ്ട മര്യാദകളെ കൃത്യമായി കൊണ്ടു നടക്കുമെന്ന് മാത്രമല്ല, അവൻ ഇടപെടേണ്ട എല്ലാ രംഗങ്ങളിലും കൃത്യമായി ഇടപെടണം. നമുക്കവിടെ ദീനാണ് പ്രധാനം. വീട്ടിലേക്ക് ഒരു ഹറാമും വലിച്ചു കയറ്റുന്നവരായി നമ്മൾ മാറില്ല. ദയ്യൂസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സംസാരിക്കാത്തവനാണ്, അല്ലാഹു സംസ്കരിക്കില്ല എന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കുക പോലും ഇല്ല എന്നാണ്. ആരാണ് ഈ ദയ്യൂസുകൾ എന്ന് പറഞ്ഞാൽ? സ്വന്തം ഭാര്യയെയും മക്കളെയും വൃത്തികേടുകൾക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്ന ആൾക്കാർ, തിന്മകൾ ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കുന്ന ആൾക്കാർ. ഒറ്റ ഉദാഹരണത്തിന്, വീട്ടിലേക്കൊരു കളക്ഷൻ എടുത്ത് നമ്മൾ ഒരു വൃത്തികൾ അവരെ നമ്മൾ ഒന്നും വേണ്ട, നേരെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോകുകയാണ്. അവരാണ് ദയ്യൂസ്. മനസ്സിലാവുന്നു? അവർക്ക് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ വൃത്തികേടുകളിലേക്ക് അവരെ നയിക്കുകയാണ്. ഇന്നിപ്പോ നോക്കി, നിങ്ങൾ ഉമ്മത്തിന്റെ ഒരു കല്യാണം നടക്കുമ്പോൾ പാപ്പമാരെന്താ പറയുന്നത്? ഒക്കെ മക്കളുടെ ഇഷ്ടമാണ്, എനിക്കൊന്നും ഇരുന്നും പറയല്ല. അപ്പൊ അങ്ങനെ നൂഹിനബിയുടെ മകനൊക്കെ പോയില്ല. ഇനിയിപ്പോ എന്റെ മകന അടുത്തന്നെയായ നൂഹ്നബി 950 കൊല്ലം മകനോട് പറഞ്ഞിട്ടാണ് അവസാനം വിട്ടുകൊടുത്തത്. മനസ്സിലാണ്? നമ്മൾ 950 കൊല്ലം പോണ്ട, 50 കൊല്ലം പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞത് എന്റെ കുട്ടികളുടെ കാര്യത്തിൽ എനിക്കൊന്നും ഇപ്പൊന്നും പറയാനില്ല, ഭാര്യയുടെ കാര്യത്തിൽ എനിക്കും തീരുമാനിക്കാനില്ല. അതുകൊണ്ട് എന്ത് നടന്നാലും മുമ്പർക്കൊരു പ്രശ്നമില്ല. അങ്ങനെയല്ല, നമ്മൾ ഉത്തരവാദിത്വമുള്ള ആൾക്കാരാണ്. സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോണത് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. നമ്മളെ മക്കൾ എങ്ങനെ ഇറങ്ങിപ്പോണത് നമുക്ക് ബോധ്യം ഉണ്ടാകണം. അപ്പൊ കുടുംബത്തിൽ ഹറാമും വലിച്ചു കയറ്റരുത് എന്ന് മാത്രമല്ല, നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ആത്യന്തികം മനസ്സിലാക്കണം. എന്തറിയോ? നമ്മൾ സ്വതക്ക നൽകിക്കൊണ്ടിരിക്കണം. ഡെയിലി സ്വതക്ക കൊടുത്തോണ്ടിരിക്കണം. ഞാൻ ഈ ഇരിക്കുന്ന പുരുഷന്മാരോട് ചോദിക്കണം, നമ്മൾ കണക്കില്ലാതെ ചെലവഴിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കണക്ക് നോക്കാതെ. ഷോപ്പിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ കണക്ക് നമ്മൾ നോക്കും. ഓഫീസിലേക്ക് ഒരു സാധനം വാങ്ങണമെങ്കിൽ കണക്ക് നോക്കും. വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ എല്ലാ കണക്കും നോക്കിയിട്ട് നമ്മൾ വാങ്ങലും അല്ല. അപ്പോൾ എത്രയും സൗകര്യം എന്താണോ അത് വേഗം വാങ്ങിക്കൊടുക്കും. റസൂലുള്ളാഹി പറഞ്ഞ ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലാണ്. ഈ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലാണ് ഏറ്റവും നല്ല സ്വതക്ക. അത് ഏതാ സ്വതക്ക? ചിലർ വിചാരിച്ചു വെച്ച എങ്ങനെ വെച്ചാൽ, സ്വന്തം ഭാര്യ ഇങ്ങനെ വയ്യാണ്ട് വെന്റിലേറ്ററിൽ ഇങ്ങനെ കിടക്കണം, കുട്ടി ഇങ്ങനെ കയ്യും കാലും ഒടിഞ്ഞ ഐസിയിൽ ഇങ്ങനെ കിടക്കണം, അപ്പോൾ കൊണ്ടുപോയിട്ട് മരുന്ന് വാങ്ങാം, അവർക്ക് അവരുടെ ഹോസ്പിറ്റലിൽ ഫീസ് അടക്കാം. ഇതാണോ സ്വതക്ക എന്ന് പറഞ്ഞാൽ? അത് മാത്രമാണോ സ്വതക്ക? അല്ല. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങണം. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സാധുവായ മനുഷ്യരോട് വന്ന് നിൽക്കുന്നുണ്ട്. കയറി പറഞ്ഞ വസ്ത്രം ധരിച്ചു ഒരു 50 രൂപ എടുത്ത് നമ്മൾ കൊടുത്ത് നമ്മൾ വാഹനത്തിൽ കയറിപ്പോയി. ആ കയറി പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്, പഠിച്ചോ നിങ്ങൾ സ്വതക്കം നൽകി എന്നുണ്ട്, അല്ലേ?
അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഒരു കല്യാണം വന്നെന്ന് നമ്മളൊരു പിരിവിൻ്റെ ആൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് സ്വതൊക്കെ നൽകിയെന്നൊരു മനസ്സുണ്ട്. അത് കൊടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മുടെ ഭാര്യ വിളിക്കണം. നമ്മൾ വരുമ്പോഴേ 2 കിലോ പഞ്ചസാരയും 1 കിലോ സവാളയും മേടിച്ച് വരണം എന്ന് പറഞ്ഞു. അത് മേടിച്ച് പോകുമ്പോൾ ആർക്കെങ്കിലും തോന്നിക്കണോ അടുത്ത ഞാൻ സ്വതക്ക നൽകിയത്? ആർക്കും തോന്നിക്കണം സ്വതക്ക നൽകിയെന്ന് തോന്നിക്കണം. തോന്നി എന്താണെന്ന് അറിയാം. സാലറിയുടെ ശമ്പളത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ഒന്നും മാറ്റിയിരുത്താൻ കിട്ടില്ല. വീട്ടിലെ ചെലവ് ഭയങ്കര കൂടുതലാണ്. നമ്മളെ ഭാര്യത്ത് മറിച്ച് വെക്കുന്നല്ല അവിടെ പോയിട്ട്, ആണോ ചെലവ് കൂടുതലാണെന്ന് മറിച്ച് വെക്കും, നമുക്ക് തന്നെയാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കൽ എന്താണ്? സ്വതക്കയാണ്, ഏറ്റവും നല്ല സ്വതക്കയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് നമ്മൾ അടക്കണമെങ്കിൽ നിയ്യത്ത് ശരിയായാൽ അതിന് കൂലിയാണ്. മനസ്സിലാവുണ്ടോ? വീട്ടിലേക്ക് നമ്മൾ ഗ്യാസ് വാങ്ങലുണ്ടെങ്കിൽ നിയ്യത്ത് ശരിയായാൽ കൂലിയാണ്. വാട്ടറിന്റെ ബില്ലടക്കൽ എന്താണ്? കൂലിയാണ്. നമ്മൾ വിചാരിച്ച് സ്വതക്ക വേറെ എന്തോ ആണ്, ഇത് നമ്മളെ വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച പണിയാണെന്നാണ്. ഇത് നമ്മൾ നിയ്യത്തിന് ഈ കൂലി കിട്ടുന്ന കാര്യം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഞാൻ ഉറങ്ങുന്നതിന് എനിക്ക് അല്ലാഹു കൂലി നൽകുന്നുണ്ട്, ഉറങ്ങുന്നതിന് കൂലി കിട്ടുന്നുണ്ട്. പെരുന്നുറങ്ങരുത് കേട്ടോ, അതിന് കൂലി ഉണ്ടാവില്ല. അപ്പോ ഉറങ്ങുന്നതിന് കൂലി കിട്ടുന്നുണ്ട്. അപ്പൊ സ്വഹാബികൾ ചോദിക്കും, റസൂലേ എങ്ങനെയാണ്? ഞാൻ ഉറങ്ങുന്നത് എന്റെ കർമ്മത്തിൽ എനിക്ക് ഉന്മേഷം കിട്ടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പൊ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് നമുക്ക് കൂലി പ്രതീക്ഷിക്കാമെങ്കിൽ, ഇതേപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടിക്ക് നമ്മളൊരു പെൻസിലും റബ്ബറും കട്ടറും വാങ്ങിക്കൊടുത്ത് അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് സ്വതക്കയിൽ പെട്ടതാണ്. ഇനി അതല്ല, നമ്മൾ ആരാ പറഞ്ഞ് എനിക്ക് തെറ്റുന്ന എനിക്ക് തിരുത്താം, ഇത് സ്വതക്കയിൽ പെട്ടതാണ്, ഒരു സംശയവും വേണ്ട. അപ്പൊ നമുക്ക് നഷ്ടബോധം വരില്ല, നമുക്ക് പ്രയാസം വരില്ല. നമ്മൾ 10 മണി മുതൽ 4 മണി വരെ ഒരു ഓഫീസിൽ ജോലി എടുക്കാൻ, അല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി 9 മണി വരെ, 8 മണി മുതൽ 9 വരെ ഒരു കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളാണ്. അത്രയും സമയം നമുക്ക് കൂലി കിട്ടും പണിച്ചവനെടുക്കുന്നത്. കാരണം എന്തേ? ഇത് ഞാനിവിടെ ഈ പണിയെടുക്കുന്നത്, അധ്വാനിക്കുന്നത്, ഈ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? എന്റെ കുടുംബത്തിനെ പോറ്റാനാണ്. ആ കുടുംബം എന്താണ്? എന്റെ അമാനത്താണ്, എന്റെ ഉത്തരവാദിത്തമാണ്. അത് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് അവർ സ്വസ്ഥമായി ജീവിക്കാൻ, അവർ പട്ടിണി കിടക്കാതിരിക്കാൻ, അവർ ബുദ്ധിമുട്ടാതിരിക്കാൻ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിയെടുക്കുന്നത് എന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കി ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അവർ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിഫലം കിട്ടുന്നതാണ് എന്നതിൽ ദീന് ഒരു സംശയമില്ലാതെ നമ്മോട് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അവര് പെണ്ണിന് വീട്ടിലെ ജോലി എന്താണ്? ഭാരമാണ്. ഇന്നിപ്പോ കുറെ പുരോഗമനത്തിന് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ? സ്ത്രീകളതാങ്ങൾ 18-ാമത്തെ വയസ്സ് മുതൽ 20-ാമത്തെ വയസ്സ് മുതൽ പിന്നീട് അവരുടെ എല്ലാ സമയത്തും അവരുടെ വീടിന്റെ 4 ചുമരുകൾക്കിടയിൽ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ്. തോന്നുന്നവരൊക്കെ ചങ്ങലിട്ട് ബന്ധിച്ച് നമ്മൾ എങ്ങോട്ടും പറഞ്ഞേക്കാതെ വിട്ടിരിക്കാനല്ല. അവരുടെ ജീവിതം അടുക്കളയിൽ ഹോമിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഡയലോഗ്, അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് പറക്കാൻ കഴിയുന്നില്ല. ഇതിന് ചെറുകുണ്ടോ? കയ്യെന്നല്ലോ. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്നെ കുറിച്ചാണ്. ചില സ്ത്രീകൾ വിചാരിക്കുന്നത് എന്നെ കുറിച്ച് തന്നെയാണ്, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഏതെങ്കിലും ഭർത്താക്കന്മാർ പറഞ്ഞത് കേട്ടോ, എന്റെ ജീവിതം ഓഫീസിൽ തളക്കപ്പെട്ടിരിക്കുകയാണ്, ഓഫീസിന്റെ 4 ചുമരിലാണ്, എനിക്ക് പറക്കാൻ കഴിയുന്നില്ല, എനിക്ക് നടക്കാൻ കഴിയില്ല പറഞ്ഞോ. എന്തേ കാരണം? അതിൽ ഉത്തരവാദിത്വമാണ്, അമാനത്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അത് ജീവിതമാണെന്ന് മനസ്സിലാക്കി. ഇതല്ലാതെ വേറെ എന്താ ജീവിതം? വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന വീട്ടിലേക്ക് പൈസ തരുമോ? വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന വീട് സനിയെ വൃത്തിയാകുമോ? ആ ഭക്ഷണം വെറുതെ ഉണ്ടാകുമോ? വസ്ത്രം വെറുതെ ഇങ്ങനെ അലക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് ജീവിതമാണ്. പക്ഷെ നമ്മളിന്ന് കാണുന്നത് റീൽസാണ്. റീൽസിൽ എന്താ? സുഭിക്ഷമായ ഭക്ഷണം, അങ്ങോട്ടുള്ള യാത്ര, അല്ലേ? പിന്നെ അധികം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലെ ഭക്ഷണം ഒന്നും പറ്റൂല, വീട്ടിലെ സൗകര്യം പറ്റൂല, വീട്ടിലെ സുഖം പറ്റൂല. എന്നാലും നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് എന്താ? വാപ്പ തന്ത വൈബാണ്, ഉമ്മ തള്ള വൈബാണ്, കാരണന്മാര് അമ്മാവിന്റെ വൈബാണ്, അല്ലേ? ഇതാണ് അവരുടെ വൈബ്, ഇതാണ് അവരുടെ ചിന്ത. എന്താ കാരണം? നമ്മൾ മക്കൾ ഇങ്ങനെ ഫോൺ എടുത്ത് കാണുന്നത് മൊത്തം റീൽസുകളാണ്, ഷോർട്സുകളാണ്, വ്ലോഗുകളാണ്. അതിൽ ഈ സന്തോഷത്തിന്റെ കാഴ്ചകൾ മാത്രമേ കാണുള്ളൂ. അടിച്ചുപൊളിയുടെ, ആഘോഷങ്ങളുടെ രംഗങ്ങൾ മാത്രമേ കാണുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് കണ്ട് 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 അവർക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾക്കൊന്നും കിട്ടണില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി അവർക്ക് പോരാ, വീട്ടിലെ സൗകര്യം പോരാ.
അപ്പം കുട്ടികളോട് ഷർട്ട് എടുക്കട്ടെ എന്ന് വെച്ചാൽ എന്താ പറയാം, ഏതാ ബ്രാൻഡ് എന്ന് ആദ്യം ചോദിക്കാം. എന്ത് ബ്രാൻഡ്, നമ്മളെ കാലത്തേക്ക് എന്ത് ബ്രാൻഡ്. വാച്ച് എത്ര വേണ്ടെന്ന് വെച്ചെന്താ പറയാം, വലിയ കമ്പനിയുടെ പേര് വരണം. കാറ് എന്ന് വെച്ചെന്താ പറയാം, ചെറിയ കാറിന് പറ്റും, സൗകര്യമുള്ളൊരു കാറ് അതല്ല. അപ്പൊ അവരുടെ ചിന്തക്കെ മാറി. എന്തേ കാരണം? ഇതേപോലെയാണ് എല്ലാവരുടെയും ചിന്തകൾ, ആലോചനകളൊക്കെ ഇന്ന് ഫോണിലേക്ക് തളക്കപ്പെട്ടിട്ട് അവർ കിട്ടാത്തതിനെ കുറിച്ചാണ് ചിന്തിച്ചു പോകുന്നത്. ഇതിനധികം ഈ ഭർത്താക്കന്മാര് അവിശുദ്ധ ബന്ധങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഇതേപോലെ പല കാഴ്ചകളും കണ്ട് വൃത്തികേടുകളും കണ്ടിട്ട് എന്റെ ഭാര്യയ്ക്ക് അത്ര സൗന്ദര്യമില്ലല്ലോ എന്ന താരതമ്യപ്പെടുത്തലാണ്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് തുറിച്ചു നോക്കലാണ്, എത്തി നോക്കലാണ്, അവരുമായി ബന്ധം സ്ഥാപിക്കലാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു അന്യ സ്ത്രീയുമായി എവിടെ ബന്ധം തുടങ്ങിയോ അത് നമ്മുടെ നാശത്തിലേക്കാണ്. ആദ്യം കാണാൻ കൊതിച്ച്, സംസാരിക്കാൻ കൊതിച്ച്, രണ്ടാളും പിന്നീട് ചേരാൻ കൊതിച്ചാൽ പിന്നീട് ജീവിതം നശിക്കും, ഒരു സംശയമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ മറന്നീക്കി പുറത്തു വരും. എത്ര കുടുംബങ്ങൾ അങ്ങനെ തകർന്നു, എത്ര ബന്ധങ്ങൾ ഇല്ലാതെയായി, എത്ര മനുഷ്യന്മാരുടെ നല്ല മുഖം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ ആ കുടുംബത്തിൽ നമുക്ക് തൃപ്തി ഉണ്ടാകണം, ആ ഭാര്യയിൽ നമുക്ക് തൃപ്തി കാണാൻ കഴിയണം. പൂർവികരിൽ സലഫുകളിൽപ്പെട്ട ഒരു മഹദി വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്റെ ഭർത്താവിനോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന്, അല്ലെങ്കിൽ എൻ്റെ പിതാവാണ് നിങ്ങളെ തെരഞ്ഞെടുത്ത് എനിക്ക് തന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇദാ ഖദല്ലാഹു അംറൻ കാന മഫ്ഊല. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹു തീരുമാനിച്ചത് നടന്നത്. എന്നാലും നമ്മളിങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും ഈ ബൈക്കുമ്മലോ അല്ലെങ്കിൽ കാറിലിങ്ങനെ പോണ സമയത്ത് റോട്ടിൽ നമ്മുടെ ഭാര്യനേക്കാൾ നല്ല സൗന്ദര്യമുള്ളൊരു ഭാര്യനെ കണ്ട ഒരു പറയാൻ തരും, ഈ ഭർത്താക്കന്മാർ പറയാൻ തരും, ഞാനൊക്കെ കല്യാണം ആലോചിച്ച് വെക്കുന്ന സമയത്ത് ഇതൊക്കെ എവിടെയിരുന്നു, എന്നിട്ട് ഇങ്ങനത്തെ ഒരു പെണ്ണിനാണല്ലോ എനിക്ക് കിട്ടിയത് തന്നെ. അപ്പോൾ ഓരതേ സമയത്ത് തിരിച്ചു പറയേണ്ടതുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എത്രയോ ചെറുക്കന്മാർ എൻ്റെ പിന്നാലെ നടന്നിരുന്നു, എൻ്റെ വാപ്പാനോട് എത്രയും ആളുകൾ ചോദിച്ചിരുന്നു, എന്നിട്ട് ഇങ്ങനത്തെ ഒരു പൊട്ടനാണ് എനിക്കും കിട്ടിയിരുന്നു അവർ പറയും. യഥാർത്ഥത്തിൽ കിട്ടിയതിലൊരു തൃപ്തി ഇപ്പോഴും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലാണ്, അതിലേക്ക് സാദൃശ്യപ്പെടുത്താനാണ്. അപ്പൊ സഹോദരങ്ങളെ, കിട്ടിയ മാറി നമുക്ക് തൃപ്തി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അവളുടെ സൗന്ദര്യം ഒരു മുഴുവൻ മറച്ചു പോകുന്നൊരു പെണ്ണ്, അവൾ അങ്ങാടി കൂടെ പോകുമ്പോഴും ഈ മോശപ്പെട്ട് നിൽക്കുന്ന റോട്ടിലൊക്കെ മോശപ്പെട്ട കണ്ണുകളോടുകൂടി നിൽക്കുന്ന മനുഷ്യന്മാര് ഫുള്ളും മറച്ച പെണ്ണാണെങ്കിലും അവളുടെ സൗന്ദര്യമെങ്കിലും കുറച്ച് ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ ഈ കൂടെ പോകുന്ന സ്വന്തം ഭർത്താവിന് സ്വന്തം ഭാര്യയെ ഒന്ന് ആസ്വദിക്കാൻ കഴിയുന്നില്ല, അവളുടെ ഭംഗി കാണാൻ കഴിയുന്നില്ല. നാട്ടിലേക്ക് മൊത്തം കഴിയുന്നുണ്ടാവും, പക്ഷെ മൂപ്പര് കഴിയില്ല. അതിന്റെ കാരണം അത് തൃപ്തിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യ അത് അല്ലാഹു തന്ന നമുക്ക് തന്ന വലിയ സമ്മാനമാണ്. അതുകൊണ്ട് അവളിൽ നമുക്ക് സൗന്ദര്യം കണ്ടെത്താൻ കഴിയണം, അവളിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയണം, അവളെ നമുക്ക് കേൾക്കാനും പരിഗണിക്കാനും അവളുമായി തൻ്റെ ജീവിതത്തിൻ്റെ മനോഹരമായ രംഗങ്ങളെ അവസാന നിമിഷം വരെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. ഒരു ചെറിയ കുട്ടി പറഞ്ഞതാണ്, എന്താണ് വല്യപ്പാൻ്റെയും വല്യമാൻ്റെയും റൂമിൽ 2 കട്ടില്? അപ്പോൾ അവരുടെ മകൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, അത് ഇന്ത്യയും പാകിസ്ഥാനാണ്, രണ്ടും തമ്മിൽ ഒരിക്കലും ചേരാൻ പറ്റില്ല, എന്താ യുദ്ധവും. അതുകൊണ്ട് വല്യമാനെ ഒരാൾ കൊണ്ടുപോകും, മൂത്ത മകൻ, വല്യപ്പാനെ രണ്ടാമത്തെ മകനും കൊണ്ടുപോകും. ഇത് രണ്ടും കൂടി തമ്മിൽ കണ്ടുമുട്ടിയാൽ ഇന്നിപ്പോൾ ഇസ്രായേലും ഇറാനും കണ്ടുമുട്ടിയ പോലെ ഇരിക്കും. അങ്ങേറ്റത്തെ ഒരു ഫൈറ്റാണ്, യുദ്ധമാണ്. ശരിക്കും നമ്മൾ ആലോചിക്കും, ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടവരാണ്. ഈ പ്രായമെത്തുമ്പോൾ തല്ലുകൂടേണ്ടവരാണ്. പ്രായമെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ട സമയമാണത്. കാരണം തൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെടുമ്പോൾ, മാസങ്ങളും വർഷങ്ങളും കുറയുമ്പോൾ കൂടുതൽ ചേർന്ന് കിടക്കുകയും കൂടുതൽ സമാധാനം കൊടുക്കുകയും കൂടുതൽ ആശ്വസിപ്പിക്കുകയും ആ നിലക്ക് മുന്നോട്ട് പോകേണ്ട ഒരു കുടുംബമാണ് ഇതിനത്. ഒരു ബെഡ്റൂമിൽ 2 കട്ടില്. ആളുകൾ നമുക്കെങ്കിലും അങ്ങനെ വരരുത് എന്ന് നമ്മൾ ശരിക്കും നിയത്ത് വെക്കണം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പ്രായം എത്ര എത്തിയാലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അവളെ പറ്റൂല. പിന്നെ നമ്മൾ തമാശക്ക് പറയുന്നുണ്ട്, ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കാഹിൻ്റെ സമയത്ത് പറഞ്ഞെന്താ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ മകളെ ഇണയാക്കി തുണയാക്കി അല്ലേ, നാളത്തെ ഡയലോഗാണ് ഒക്കെ തന്നിരിക്കുന്നു എന്ന് പറയും. ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ മകൾ നിങ്ങൾക്ക് ഞാൻ പാറയാക്കി മുസീബത്താക്കി ഇടങ്ങാറാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത് കൊണ്ടെടുക്കുന്നത്. മനസ്സിലാവും?
അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രായം എത്ര എത്തിയാലും അത് നിന്ന് പിരിയാം എന്ന് പറയുന്നത് ഉണ്ടാകരുത്. ഈ നഷ്ടബോധം നമുക്ക് എപ്പോഴും വരുന്നറിയാം. ചീത്ത പറഞ്ഞതും ശകാരിച്ചതും അതേപോലെ തന്നെ അവളുമായി തെറ്റുന്നതും കൂടെ കിടക്കാതിരുന്നതും തുടങ്ങി എല്ലാതും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരു കുറ്റബോധമായി വരിക അവർ നമ്മിൽ നിന്ന് പിരിയുമ്പോഴാണ്. പിരിഞ്ഞു വന്നതുകൊണ്ട് കാര്യമില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് ഒരു ഭർത്താവ് എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചു പോകാനുള്ള കാര്യങ്ങളെ കൃത്യമായി നമ്മൾ നിർവഹിച്ച് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ട് വേണം നമ്മൾ പോകാൻ. രണ്ടാമത്തെ കാര്യം ഒരു ഭാര്യയെ കുറിച്ചാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യ എങ്ങനെയാകണം എന്ന് പറഞ്ഞവരുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിന്റെ എണ്ണം വളരെ കുറഞ്ഞു, പ്രായമൊക്കെ അങ്ങനെ കുറെ കൂടി. 24 വയസ്സ് 28 വയസ്സൊക്കെ ആവണം ഒരു പെൺകുട്ടി കല്യാണ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ. 18ഉം 20ഉം വയസ്സുള്ള പെൺകുട്ടികളോട് കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയേണ്ടെന്നല്ല. ഇപ്പൊ എന്ത് പഠിക്കട്ടെ എന്നല്ല, പഠിപ്പ് കഴിഞ്ഞാലോ ജോലി ആകട്ടെ എന്നല്ല, ജോലി ആയാലും ഇനിയിപ്പോൾ ഇതിനപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ചില പെണ്ണുങ്ങൾ പറയണോ പഠിക്കട്ടെ ജോലിയാകട്ടെ. അപ്പൊ എന്തിനാ ജോലി? പഠിപ്പെന്തിനാ? ജോലിക്ക്. ജോലി എന്തിനാ? കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയാലും എങ്ങനെ ജീവിക്കാന്നാണ്. കല്യാണം കഴിഞ്ഞ ഡൈവോഴ്സ് ആയാലും എങ്ങനെ ജീവിക്കാം? അപ്പൊ ആദ്യത്തെ ഈ ജോലിയുടെ നീയത്തെന്താ? കല്യാണം കഴിഞ്ഞ ഡൈവോഴ്സ് ആയിട്ട് ജീവിക്കുമ്പോൾ പൈസ വേണ്ടേ? ഡൈവോഴ്സിന്റെ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ ഡൈവോഴ്സ് ചെയ്ത എല്ലാ പെണ്ണുകളും ഓരൊക്കെ കൂടി കണ്ടൊരു ട്രിപ്പ്, ഒരു ടൂറ്. നമ്മൾ ഭിന്നശേഷിക്കാർക്ക് സംഘടന കണ്ടിട്ടുണ്ട്, വ്യാപാരികൾക്ക് സംഘടന ഉണ്ട് അല്ലേ? പല കമ്മിറ്റികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുതിയ കമ്മിറ്റിയാണ് കേരളത്തില് ഒരു ഗ്രൂപ്പാണ്. ഏത്? ഡൈവോഴ്സ് ചെയ്ത പെണ്ണുങ്ങൾ. ഡൈവോഴ്സ് ചെയ്ത പെണ്ണുങ്ങൾ അതൊരു അഭിമാനമായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ, അവരുടെ ജീവിതം മനോഹരമാകാൻ, സന്തോഷമുള്ളതാകാൻ ദീന് പറഞ്ഞ് വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കണം. അതാരെ കഴിക്കണം? ഒരു പെണ്ണിനെ കഴിച്ചാൽ പറ്റുമോ? ഇല്ല. കാരണം പരമ്പരകൾ ഉണ്ടാവില്ല. ഒരാണിനെ കല്യാണം കഴിച്ചാലും പറ്റൂല, കാരണം പരമ്പര നിലനിൽക്കൂല. ഈ പറയുന്ന ആൾക്കാരെ വാപ്പിയുമൊക്കെ ഒരാണിനെ പെണ്ണിയാണ് തിരഞ്ഞെടുത്തെങ്കിലോ വരുന്നുണ്ടാവും, ഇത് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ എത്രത്തോളം പരീക്ഷിക്കപ്പെട്ട സമയമാണ്, കാലമാണെന്ന് ചിന്തിച്ചു നോക്കി. പണ്ടൊക്കെ ഒരാണും പെണ്ണും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ സംശയത്തോടു കൂടി നോക്കി കാണേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് ഒരു ആണും ആണും തമ്മിൽ നല്ല ബന്ധമാകുമ്പോൾ സംശയിക്കേണ്ടി വരികയാണ്. ഒരു പെണ്ണും തമ്മിൽ നല്ല ബന്ധമാകുമ്പോൾ സംശയിക്കേണ്ടി വരികയാണ്. മനസ്സിലാവും? അപ്പൊ ആണും പെണ്ണും തമ്മിൽ ചേർന്നാലാണ് അവരിൽ എന്തുണ്ടാകുക? പുതിയ തലമുറ ഉണ്ടാകുന്ന എല്ലാവർക്കും. പക്ഷെ ഈ വ്യവസ്ഥകൾ, ഈ പ്രകൃതി വെച്ച വ്യവസ്ഥകളെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാണ് വലുത് എന്ന് ചിന്തിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബ ജീവിതം ഇല്ലാതെ പോകുന്ന ആളുകൾ അവസാനം എവിടേക്ക് എത്തുന്നത്? ഏതെങ്കിലും ഒരു അവിശുദ്ധ ബന്ധത്തിലേക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു പോകുന്നത്. കാരണം ശരീരത്തിന്റെ തേട്ടമാണ്, മനസ്സിന്റെ തേട്ടമാണ് ഒരു പുരുഷന്റെ സാമീപ്യം വേണമെന്ന്. അതുകൊണ്ട് അപ്പോൾ പോകുന്നവരെ അപ്പോൾ ബെഡ്റൂമിലേക്ക് വലിച്ചു കയറ്റുന്നു. അവസാനം അവൻ ഇട്ടിറങ്ങി പോകുമ്പോൾ അത് പുറം ലോകം പറയുമോ എന്ന് പേടിച്ച് അവൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ അൽ-മർഅതു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണാണ്. എന്നധികം പൂർവികർ വിശദീകരിക്കുമ്പോൾ കാണാം, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അതിലെ ആഖിറത്തിലെ ഹസനത്ത് നമുക്കറിയാം. ഈ ദുനിയാവിലെ ഹസനത്തായി അവർ എണ്ണുന്നത് പലപ്പോഴും ഈ ദുനിയാവിൽ നമുക്ക് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കുറിച്ചാണ്. സ്വാലിഹത്തായ ഒരു പെണ്ണ് അതുണ്ടെങ്കിൽ ആ കുടുംബം, ആ ഭർത്താവ്, ആ മക്കൾ, ആ വീട്ടിലെ മാതാപിതാക്കൾ എത്ര മനോഹരമായി, എത്ര സുന്ദരമായി, എത്ര സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഇദാ നളർത ഇലൈഹാ സർറതുക, തന്റെ ഭർത്താവിനെ സന്തോഷം നൽകുന്ന ഭാര്യയായിരിക്കും. ഭർത്താവ് നോക്കുമ്പോൾ തന്നെ ഭർത്താവിന് സന്തോഷം നൽകും. പ്രവാചകൻ പറഞ്ഞു, ഖബ്ബാബിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. സ്വഹാബി വനിതകൾ വന്നിട്ട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളെപ്പോലെയുള്ള പെണ്ണല്ലേ അവൾ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ജോലിക്ക് പോകുന്ന സമയത്ത്, കൊല്ലപ്പണിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് സന്തോഷത്തോടു കൂടി യാത്രയയക്കും.
ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുളിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും മാറ്റാനുള്ള വസ്ത്രവുമായി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വാതിൽ പൊടിയുടെ ചാരത്ത് ഇങ്ങനെ കാത്തു നിൽക്കുമെന്നാണ്. സ്വന്തം ഭർത്താവിനെ സന്തോഷിപ്പിച്ചത് കൊണ്ട് തന്നെ ആ പെണ്ണ് സ്വർഗത്ത് പോയി എന്ന് ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രണ്ടു നേരത്ത് അവരെ കൂടെ ഉണ്ടാകുക എന്നുള്ളത്, ജോലിക്ക് പറഞ്ഞയക്കുമ്പോൾ, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. ഒരിക്കൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, നല്ല ഭാര്യ ഭർത്താവാണ്. അപ്പോൾ ഒരു ദിവസം കുട്ടിക്ക് രോഗമായി. ആ രോഗമായ സമയത്ത് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട്, കുട്ടിക്ക് പ്രയാസമാണ്, രോഗമാണ്, അതുകൊണ്ട് നീ നന്നായി അവനെ പരിചരിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് മകനെ പരിചരിക്കാൻ വേണ്ടി റൂമിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ചെന്നപ്പോഴേക്കും ആ കുട്ടി സഖറാത്തിന്റെ ഹാലിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു. നമ്മൾ ആലോചിക്കുന്നു, നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ എന്തായിരിക്കും നമ്മുടെ ഭാര്യയുടെ വൈകാരിക അവസ്ഥ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നറിയോ? നേരെ കുട്ടിയെടുത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തിട്ട് ആ മുറിയിൽ തന്നെ കിടത്തി. ഭർത്താവ് വരുന്നത് കാത്തു നിന്നു. എന്നും എങ്ങനെയാണോ ഭർത്താവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് അതുപോലെ ചെന്നു. മുഖത്തിനൊരു ഭാവമാറ്റമില്ല, മനസ്സ് നീറുന്നുണ്ട്. പക്ഷെ ഭർത്താവിനെ എടുത്തടിച്ചിങ്ങനെ പറഞ്ഞേക്കാൻ നല്ലത് സമാധാനത്തോടു കൂടി പറയണം. ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കണം. ഏതാണ്ട് കുളിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും ഒക്കെ വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവര് സംസാരിച്ചിരിക്കുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചോദിച്ചു, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ എന്നാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ സംശയം? ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് എന്തെങ്കിലും അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സമയമുണ്ടല്ലോ, അതിൻ്റെയും സമയം എത്തിയാൽ അള്ളാഹു തിരിച്ചെടുക്കില്ലേ എന്നാണ്. അബൂ തൽഹ പറഞ്ഞു, ഒന്നും സംശയമില്ല, അത് തിരിച്ചെടുക്കും. എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ സമ്മാനത്തെ, നമ്മുടെ കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തിരിക്കുന്നു. അങ്ങുന്ന് അവനെ മറമാടണമെന്നാണ്. മനസ്സിലായില്ല? അബൂ തൽഹ റളിയല്ലാഹു അൻഹു നേരെ ചെന്ന് നോക്കിയപ്പോ ആ കുട്ടി കഫൻ ചുറ്റിയിട്ട് അവിടെ കിടക്കുക. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, സുരേ, എന്റെ ഭാര്യ ചെയ്ത പ്രവർത്തനം എന്തെന്ന് അറിഞ്ഞു. എന്റെ കുട്ടി മരിച്ചിട്ടൊരു വാക്ക് പോലും അവൾ എന്നോട് പറഞ്ഞില്ല. ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. റസൂൽ ചോദിച്ചു, കാര്യം അങ്ങനെയാണെങ്കിൽ അബൂ തൽഹ നിനക്ക് സന്തോഷിക്കാം. നിന്റെ ഭാര്യ നല്ല ക്ഷമയുള്ള ഭാര്യയാണ്, സഹനമുള്ള ഭാര്യയാണ്. നാളെ ക്ഷമാദിക്കേണ്ട കൂട്ടത്തിൽ സ്വർഗത്തിൽ വെച്ച് നിനക്കവിടെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കലല്ല ഒരു പെണ്ണിന്റെ ശൈലി, സംസ്കാരം എന്ന് പഠിപ്പിക്കണം. ആ മനസ്സിന് എത്രത്തോളം സമാധാനം, ആശ്വാസം കൊടുക്കാൻ കഴിയുമോ ആ ആശ്വാസവും സമാധാനം കൊടുക്കണം. അത് തിരിച്ചുമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ കാസിം എന്ന കുഞ്ഞിനെ കയ്യിലെന്തി വരുന്ന ചരിത്രം നമുക്ക് കാണാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം നൽകിയ 7 മക്കളിൽ 6 മക്കളും ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്തോട് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഒരു പച്ചയായ പിതാവിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ മതി. ജന്മം നൽകിയ 7 മക്കളിൽ 6 മക്കളും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരുന്നത് കാണേണ്ടി വരുന്ന ഒരു പ്രവാചകൻ, ഒരു പച്ചയായ പിതാവ്. കാസിം എന്ന കുഞ്ഞ് മരിച്ചു. ഇബ്രാഹിം എന്ന കുഞ്ഞ് ഒരു 18 മാസം 1.5 വയസ്സ് വരെയാണ്. പ്രവാചകന്റെ പെൺകുട്ടികളുടെ അവസ്ഥ പരീക്ഷണമായിരുന്നു. കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകളായിരുന്നു. 2 പെൺമക്കളെ തൊലാക്ക് ചൊല്ലി വീട്ടിലാക്കി. ഒട്ടകപ്പുറത്ത് നിന്ന്, കുതിരപ്പുറത്ത് നിന്ന് തള്ളിയിട്ട് ഗർഭിണിയായിരുന്ന തന്റെ പ്രിയ മകളുടെ ഗർഭം അലസിപ്പോയി. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയ വേദന ഒരു ഭാഗത്ത്, തൊലാക്ക് ചൊല്ലി വീട്ടിലാക്കിയതിന്റെ വേദന മറുഭാഗത്ത്. തന്റെ മകളുടെ
തലയിലൂടെ തലോടിയിട്ട് മോളെ സാരല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പ്രതിഫലം നൽകും എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഈ ഖാസിം എന്ന കുഞ്ഞിനെ കയ്യിലേന്തിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയുന്നു, റസൂലേ, നമ്മുടെ മകന് മുല കൊടുക്കാനുള്ള സാവകാശം പോലും അള്ളാഹു തന്നിട്ടില്ല. ജനിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു. മുല കൊടുക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹി കണ്ടിരിക്കുന്ന ഖദീജ, നാളെ സ്വർഗീയ സ്ത്രീകൾ നമ്മുടെ മകന് മുല കൊടുക്കുന്നത് നിനക്ക് സന്തോഷമാകില്ലേ? നിന്നേക്കാൾ ഉത്തമർ അവരല്ലേ എന്ന് ചോദിച്ചിട്ട് സ്വന്തം ഭാര്യ റസൂലുള്ളാഹി ആശ്വസിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമാധാനം, ആശ്വാസം അതാ കൊടുക്കേണ്ടത്. നമ്മളെന്താ വെച്ചാൽ ആദ്യം ഒരു മറുപടി നമ്മൾ ആദ്യം പറയാം, ആലോചിക്കില്ല എന്താ പറഞ്ഞത്, പിന്നെ മറുപടിക്കും മറുകണ്ഠനായി, പിന്നെ വ്യവസ്ഥ വെക്കലായി, പിന്നെ മുഖാമുഖവും സംവാദവും വ്യവസ്ഥയും കഴിഞ്ഞ് ക്ലിപ്പിടാൻ വരെ തുടങ്ങും. അന്ന് അവിടെ വെച്ച് ഇവിടെ വെച്ച് അല്ലേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല, അവിടെ നിന്ന് ആൾക്കാരൊക്കെ സാക്ഷികളായിരുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പൊക്കെ ഇട്ട് അവസാന ഡയലോഗാണ്. കുട്ടികളെ ആലോചിച്ചിട്ടാണ് അവിടെ നിൽക്കണത്, അല്ലാണ്ട് നിങ്ങളെ നോക്കിയിട്ടൊന്നല്ല. പിന്നെ അതിലർത്ഥമുണ്ടോ? എന്തിനർത്ഥമുണ്ടോ? അപ്പോൾ ഭർത്താവിന് സന്തോഷം നൽകുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇദാ അമർതഹ അതാഅതുക, ഭർത്താവ് കൽപ്പിച്ചാൽ അനുസരിക്കുന്ന ഒരു ഭാര്യ, വഇദാ ഇഗ്ബത അൻഹ അഫിലതുക ഫീ മാലിക വനഫ്സിഹ, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ സംരക്ഷിക്കാനുള്ള തന്റെ സൗന്ദര്യവും സമ്പത്തും സംരക്ഷിക്കുന്നവളായിരിക്കും. ഒരു മുസ്ലിം പെണ്ണാണോ അവൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ സ്ത്രീകളുടെയും പോലെ അവളുടെ വേഷത്തെ കാണാൻ കഴിയില്ല. എന്നിപ്പോ ഈ കോസ്മെറ്റിക് ഐറ്റംസുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതിൻ്റെ ഉപയോഗം ഈ സമൂഹത്തിൽ നിന്ന് കൂടുതലാണ്. ചിലർക്ക് ചോദിക്കണം, അതിനൊപ്പം എന്താ കുഴപ്പമെന്നാണ്. എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഇല്ലാത്തൊരു സാധനം, ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കാണിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരെന്താ? എന്താ പറയുക? ഓരോ നാട്ടിൽ ഓരോ അഭിപ്രായം വരാം. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കാണിക്കണം. കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. എൻ്റെ കയ്യിന് എത്ര വണ്ണേ ഉള്ളൂ. പെങ്ങളെ മുന്നിൽ വരുമ്പോൾ എല്ലാവർക്കും തോന്നാൻ എന്നെ കുറിച്ച് എന്ത് നല്ല മസിലുള്ള ആളാണ്, അതിൻ്റെ കുറച്ച് പഞ്ഞൊക്കെ വെച്ച് കണ്ട് കെട്ടിഞ്ഞ അവിടെ വന്നാൽ ഉണ്ടാവും, മൂപ്പര് ശരിയല്ല എന്നാ തോന്നുന്നത്. അത് നല്ല മനസ്സിലാണ്, നല്ല നീറ്റാണ്, ഇവർ ക്ലിയറാണ്, ഒന്നോ ഇല്ല. എന്നാൽ ഇല്ലാത്തൊരു നിറം ഉണ്ടാക്കി കാണിച്ചാൽ എന്താ തോന്നുക? ഇല്ലാത്തൊരു നിറം ഉണ്ടാക്കി കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ? എൻ്റെ ചുണ്ടിനൊരു നിറമുണ്ട്, അതിലെനിക്ക് തൃപ്തിയില്ല, ഞാൻ വേറൊരു നിറം കൊടുത്ത് വരികയാണ്, ചായം പൂശി വരികയാണ്, ലിപ്സ്റ്റിക്ക് തേച്ച് വരികയാണ്. അങ്ങനെ ഈ കാണുന്ന എല്ലാവരും വിചാരിക്കണം എന്താ പറയുക? അവള് കാട്ടിക്കൂട്ടാണ്, ഇത്രയുള്ളൂ, ജാടകറ്റാണ്, കാപട്യാണ്, ഉള്ളിലൊന്നാണ് പുറത്ത് വേറൊന്നാണ്. അതല്ല അവൾ നല്ല മര്യാദയാണ്, ഡീസൻ്റാണ് എന്നാണ് വിചാരിക്കുന്നത്. അവളല്ലാത്ത എല്ലാവരും വിചാരിക്കണം എന്താണ്? ഇത് പുറംപൂച്ച് കാണിക്കണം, പുറത്തേക്ക് പറഞ്ഞ് കാട്ടിക്കൂട്ടണം. ഇതാണ് ഈ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേക്കുമ്പോൾ അവളല്ലാത്ത എല്ലാവരും വിചാരിക്കണം. സ്വന്തം ഭർത്താവ് വരെ എന്തിനാ അതൊക്കെ, എന്തിനാ? ഒരു പെൺകുട്ടി പറഞ്ഞാണ്, ഇത് ആൾക്കാരെ കാണിക്കാറെന്നല്ല, ഇതെൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി ഞാൻ തേക്കണതാണെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഉറങ്ങുമ്പോൾ തേക്കലുണ്ടോ? സ്വന്തം തൃപ്തിക്കാണെങ്കിൽ ഉറങ്ങുമ്പോൾ തേക്കലുണ്ടോ? അവ തിരിച്ചു വെച്ചെന്നറിയാം, ഉറങ്ങുമ്പോൾ തേക്കുമ്പോൾ ആര് കാണാനാണ്? അവരെന്തിനാ? ആൾക്കാരെ കാണിക്കണം, തൻ്റെ സൗന്ദര്യം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കണം. അത് കുറച്ച് മുടി മുന്നിലേക്ക് ഇട്ടിട്ടാകാം, അല്ലെങ്കിൽ വസ്ത്രം കുറച്ച് ഇറുകി പിടിച്ചതായിട്ട് ധരിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ നല്ല ഹീലുള്ള ചെരുപ്പിട്ടിട്ട് ഇങ്ങനെ താറാവ് നടക്കുമ്പോൾ നടന്നിട്ടാകാം. എങ്ങനെങ്കിലൊക്കെ ഞാനൊന്ന് ആകർഷിച്ച ആളുകൾക്കിടയിൽ എന്നെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടായ. അതുകൊണ്ടാണ് ഈ മുഖത്ത് ഇങ്ങനെ കുട്ടിയൊക്കെ വാരിത്തേക്കണത്, ലിപ്സ്റ്റിക്കൊക്കെ നെട്ട് നടക്കണത്. യഥാർത്ഥത്തിൽ ഇവർ വിചാരിക്കണമെന്ന് വെച്ചാൽ ഇത് പുരോഗമന സംസ്കാരമാണ്. പുതിയ കാലത്ത് 2025-ലും 2026-ലും ജീവിക്കുന്ന നമ്മൾ ഇതൊക്കെ ധരിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു പഴഞ്ചനായി, പഴയതായി നമ്മൾ മാറും.
ഖുർആൻ പറഞ്ഞറിയോ, ഇത് ദുഷിച്ച കാലത്ത് തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല, ഇത് ദുഷിച്ച കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സംസ്കാരമായിരുന്നു. ഇത് പഴഞ്ചനാണ്. സൗന്ദര്യം പ്രദർശിപ്പിക്കൽ. പുരോഗമനം എന്താ ഖുർആൻ പറഞ്ഞത്? സൗന്ദര്യം മറച്ചു വെക്കലാണ്. സൗന്ദര്യം മറച്ചു വെക്കലാണ്. എന്നാൽ ഇവർ വിചാരിച്ചു പഴഞ്ചൻ സൗന്ദര്യം മറച്ചു വെക്കലും പുതിയത് സൗന്ദര്യം പ്രദർശിപ്പിക്കലും. ഖുർആൻ നേരെ അതിന്റെ ഓപ്പോസിറ്റാ പറഞ്ഞത്. ദുഷിച്ച കാലഘട്ടത്തിലെ, ജാഹിലിയ്യ കാലഘട്ടത്തിലെ ദുഷിച്ച മോശപ്പെട്ട സ്ത്രീകളുടെ സംസ്കാരമാണ് സ്വന്തം സൗന്ദര്യം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശന വസ്തുവാക്കൽ. അവ ഇവിടുത്തെ പുരോഗമനം എന്താ? ഖുർആന്റെ പുരോഗമനം ശരീരം മറക്കലാണ്. അവകാശപ്പെട്ടവർക്ക് മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കലാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു ഗോത്രത്തിലെ സ്ത്രീകൾ വന്നു, നേരിയ കനം കുറഞ്ഞ വസ്ത്രം ധരിച്ചത്. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഇൻ കുൻതുന്ന മുഅ്മിനാത്തുൻ, നിങ്ങൾ വിശ്വാസിനികളാണെങ്കിൽ ഫലൈസ ഹാദാ ലിബാസുൽ മുഅ്മിനാത്ത്, ഇത് വിശ്വാസികളുടെ വസ്ത്രം ഇതല്ല. വിശ്വാസിനിയാണോ അവൾ ആ ഐഡന്റിറ്റി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൽ ഇസ്ലാം, മുസ്ലിം, മാപ്പിള, OBC ഇതല്ല. അവളുടെ വേഷത്തിൽ, അവളുടെ മക്കനയിൽ, അവളുടെ മുഖമക്കനയിൽ, അവളുടെ വസ്ത്രത്തിൽ, അവളുടെ വസ്ത്രത്തിന്റെ ഷേപ്പിൽ അതുണ്ടാവില്ല. മനസ്സിലാവും? തോന്നിയ വസ്ത്രം ധരിക്കുക, അത് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുക. ഈ ഉമ്മത്തിന്റെ ചാപ്പകുത്തി ഇങ്ങനെ നടക്കുക, അതല്ല ഇസ്ലാമിന്റെ വേഷവിധാനം. അതല്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ ഭാര്യയുടെ വേഷം എന്ത് എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ പെൺകുട്ടികളുടെ വേഷവിധാനം എന്ത് എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ വീട്ടിലുള്ള നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പണം കൊടുക്കും നമ്മുടെ ആൺകുട്ടികൾ, അവരെങ്ങനെ മുടി വെട്ടേണ്ടത്? മുടി വളർത്താൻ. ഇപ്പൊ പണ്ടുണ്ട് മാപ്പിള മുട്ട, അതൊന്നും ഇല്ല. മാപ്പിള മുട്ട അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ ഫൽയുക്രിംഹു എന്നാണ് ഹദീസ്. അതിനെ മുടി അവൻ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ. അപ്പൊ അവിടെ ചില മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. മുടി ഉണ്ടെങ്കിൽ അത് ചീവി വെക്കണം. ഇന്ന് പറഞ്ഞല്ല, കുളി കഴിഞ്ഞിട്ട് തലങ്ങാട്ടലാണ്. എന്നിട്ട് എങ്ങനെ നിൽക്കണ്? അതാ മോഡൽ അല്ലേ? അതാണ് ഇന്നത്തെ മോഡൽ കുട്ടികളുടെ. പിന്നെ ഈ രണ്ട് ഭാഗത്തും കാണാം ഈ എലി പപ്പടം കടിച്ച പോലെ നമ്മൾ വരും അല്ലെ, ചട്ടി കമത്തി പോലെ ഈ രണ്ട് ഭാഗത്തിനെ കരണ്ടിട്ട്. അതിനാണ് ഹദീസ് പറഞ്ഞത് കസ്അ എന്ന് പറഞ്ഞത്. ഈ രണ്ട് ഭാഗം പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഭാഗം പഠിച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ നിർത്താം, അത് കസ്അ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെ? നബിയാണ്, സംശയമല്ല. ആ ആരെ നമ്മൾ മാതൃകയാക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമാ നടനെയല്ല, ഏതെങ്കിലും ഒരു ബ്ലോഗറെയല്ല, ഇൻഫ്ലുവൻസറെയല്ല. നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കുന്നത് നമ്മെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മെ കാണാൻ കൊതിച്ച, നമ്മളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ എങ്ങനെയാണോ നമ്മുടെ മുടി പറഞ്ഞത് അതുപോലെ നമ്മൾ മുടി വെട്ടണം. അപ്പോൾ നബിയോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മുടി വെട്ടി വന്ന ചെക്കനങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്കി, മോനെ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമുണ്ടോ? ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്താ മുടി? അതിൻ്റെ ഇഷ്ടം പറ്റില്ല. അപ്പൊ മുടി ഉണ്ടെങ്കിൽ മുടിനെ ആദരിക്കണം, മുടി ചീവി വെക്കണം. മുടി വെട്ടുമ്പോൾ ഈ പറഞ്ഞ കോലത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. ഒരു ഭാഗം കുറച്ച് വടിച്ച് ബാക്കി ഭാഗം അത് വലുതാക്കി വെക്കുന്ന ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് വിരോധിച്ചതാണ്. അതുപോലെ തന്നെ നമ്മോട് പറഞ്ഞു മര്യാദകൾ. വസ്ത്രത്തിന്റെ വിഷയത്തിൽ 2 നെല്ലിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണെന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ട്? അതുകൊണ്ട് പാൻറ്റൊക്കെ മേടിച്ച് റെഡിമെയ്ഡൊക്കെ ആദ്യം പോയിട്ട് അത് കട്ട് ചെയ്ത് 50 രൂപ കൊടുത്ത് കട്ട് ചെയ്ത് തുന്നിക്കുക, കഴിഞ്ഞു, പ്രതിഫലം കിട്ടി. പാൻറ് ഇട്ടാൽ വരെ കൂലിയിട്ട്. എന്നാൽ നമ്മൾ നെല്ലിയാണിക്ക് താഴെ പാൻറ് ഇട്ട് ഇങ്ങനെ നടക്കുന്തോറും ശിക്ഷയും കിട്ടുക. നരകത്തിലേക്കുള്ള നമ്മൾ കാലടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ വേഷവിധാനത്തിൽ, നമ്മുടെ മക്കളുടെ വേഷവിധാനത്തിൽ മര്യാദ ഉണ്ടാകണം. മനസ്സിലാവുണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തെ സംരക്ഷിക്കുന്നവളായിരിക്കും. ഭർത്താവിന് അവകാശപ്പെട്ട ശരീരത്തെ മറ്റൊരാൾക്ക് മുന്നിലും അവൾ പ്രദർശിപ്പിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഫാത്തിമ റളിയല്ലാഹു അൻഹ 22-ാമത്തെയോ 23-ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
മരണത്തിന്റെ സമയത്ത് അസ്മാ ബിൻത് ഉമൈസിനോട് എന്താ പറഞ്ഞത്? ഉമ്മ, ഞാൻ ഈ മരിക്കാൻ പോകുന്ന ഈ ഒരു വേളയിൽ എനിക്ക് വല്ലാത്തൊരു പ്രയാസം എൻ്റെ മനസ്സിൽ അലട്ടുന്നുണ്ട്. എന്താ പോലെ നിന്റെ പ്രയാസം? ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം നിങ്ങൾ കഫൻ ചെയ്തിട്ട് അറബികളുടെ മയ്യത്ത് കട്ടിലാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോവുക. എന്താണ് അറബികളുടെ മയ്യത്ത് കട്ടിന്റെ പ്രത്യേകത? അതിന് മുകൾ ഭാഗം മൂടിയില്ല, മറയില്ല. കേരളക്കാരെ പോലെ ഒരു പലകയാണ്, ആ പലകയിൽ വെച്ചിട്ടാണ് നീ അറബികൾ മയ്യത്ത് കൊണ്ടുപോകുക. ഞാൻ അങ്ങനെ മരിച്ചിട്ട് അവർ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കട്ടിലടകുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വെടിവും വണ്ണവും ആളുകൾ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് ആലോചിക്കുന്നത്. മരിച്ചിട്ട് കഫൻ ചുറ്റിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പോലും എൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയും വെടിവും വണ്ണവും മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട്. അതെനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടെന്നാണ് അസ്മാ ബിൻത് ഉമൈസ് പറയാൻ, മോളെ, ഞാൻ അബുസീനിയയിലേക്ക് യാത്ര പോയ സ്ത്രീയാണ്. അബുസീനിയക്കാർക്ക് ഒരു മയ്യത്ത് കട്ടിലുണ്ട്. നീ മരിച്ചാൽ അത് നമുക്ക് അവിടുന്ന് കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ ചോദിക്കണം, ഉമ്മ ഏതാണ് ആ കട്ടിൽ? മോളെ, അതിന് മുകൾ ഭാഗത്തും മറയുണ്ട്, രണ്ട് ഭാഗത്തും മറയുണ്ട്. അതുകൊണ്ട് നിന്നതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാളും കാണില്ല എന്നാണ്. മരിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ പോലും എൻ്റെ ശരീരത്തിൻ്റെ ആകൃതി മറ്റൊരാളും കാണരുത് എന്ന് ചിന്തിച്ചു. എന്നിട്ട് ഇത് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകം, ഉമ്മ, അതെത്ര നല്ല ഭംഗിയുള്ളതാണ്, എത്ര നല്ല കാര്യമാണ് എന്നാണ് തിരിച്ച് മറുപടി കൊടുക്കുന്നത്. അങ്ങനൊരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ഇപ്പൊ മുൻകൈയും മുഖവും ഒടിച്ച് ബാക്കിയെല്ലാം മറക്കണം എന്നറിയാത്ത ഒരു സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇനി മുഖം മറക്കണോ, അത് വേറെ ചർച്ചയാണ്. ഇത് നമ്മുടെ പാൽക്കാരൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ, പത്രക്കാരൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ, അയൽവാസികളായ അന്യപുരുഷന്മാരുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രിയപ്പെട്ടവരെ സൂക്ഷ്മത പാലിക്കണം. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോഴും, കല്യാണ വീട്ടിലേക്ക് പോകുമ്പോഴും, മരണ സദസ്സിലേക്ക് വീട്ടിലേക്ക് പോകുമ്പോഴും ഒരു മുസ്ലിം പെണ്ണ് ഒരേ വേഷമായിരിക്കണം. കല്യാണ വീട്ടിൽ വേറൊരു വേഷം, മരണ വീട്ടിൽ വേറൊരു വേഷം. നിസ്കാരക്കുപ്പായം പറയും, നിസ്കാരക്കുപ്പായം. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ധരിക്കുന്ന ഏത് വസ്ത്രമാണെങ്കിലും അവൾക്ക് ആ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ പറ്റണം. നിസ്കാരത്തിന് വേറൊരു കുപ്പായത്തിന്റെ ആവശ്യമില്ല. പുരുഷന്മാർക്കുണ്ടോ നിസ്കാരക്കുപ്പായം? എന്താ കാരണം? നമ്മുടെ വേഷത്തിൽ നമുക്ക് നിസ്കരിക്കാം. ഇതേപോലെ സ്ത്രീയുടെ വേഷത്തിൽ അവൾക്ക് നിസ്കരിക്കാൻ പറ്റണം. പുറത്തിറങ്ങുമ്പോഴൊക്കെ നേരത്തെ വീട്ടിലെല്ലാം മൂടി പോകണമെന്നല്ല ഞാൻ പറയേണ്ട അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു മാന്യമായ വേഷം എപ്പോഴും ഉണ്ടാകണമെന്ന് ദീൻ നമ്മോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദയാണ്. അതുകൊണ്ട് സ്ത്രീയാണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം, മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. തൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്, അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ മക്കളുടെ വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി, ബുദ്ധിമുട്ടായി നമ്മൾ പലപ്പോഴും പറയാനുള്ളത് മക്കളെ കുറിച്ചാണ്. അപ്പൊ കുറച്ച് മുന്നൊക്കെ പറയും, അവളെ വളർത്താം, അവനെ വളർത്തുന്നതാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനല്ല. അതിപ്പോ ആണും പെണ്ണും വീട്ടിൽ വളർന്നു വരുമ്പോൾ തന്നെ ഉമ്മായുടെയും ഉപ്പായുടെയും മനസ്സിൽ തീയാണ് എങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ പരിഹാരം എന്താണ്? നമ്മൾ നമ്മുടെ മക്കളോട് സ്നേഹം കാണിക്കണം. പക്ഷെ ആ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ? ഉപ്പാക്ക് എന്നോട് സ്നേഹമുണ്ട്, ഉമ്മാക്ക് എന്നോട് സ്നേഹമുണ്ട്. ഈ പ്രണയത്തിൽ പെട്ടുപോയൊരു പെൺകുട്ടി പറഞ്ഞെന്താ വെച്ചാല്, എന്റെ വീട്ടിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, പക്ഷെ ആരും എന്നോട് സംസാരിക്കാറില്ല. അതുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ഒരു ചെറുക്കനുമായി ഞാൻ ബന്ധം സ്ഥാപിച്ചു എന്നാണ്. അപ്പോൾ നമ്മളെ മക്കളുമായിട്ട് ഇപ്പൊ പണ്ഡിതന്മാർ പറയും, 7 വയസ്സ് വരെ നിങ്ങൾ മക്കളുടെ കൂടെ കളിക്കണം. 7 വയസ്സ് വരെ മക്കളുടെ കൂടെ നിങ്ങൾ കളിക്കണം. 14 വയസ്സ് വരെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ മര്യാദകളും കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. 14 വയസ്സ് വരെ. 14 വയസ്സ് മുതൽ നിങ്ങൾ അവന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാകണം. ഏറ്റവും നല്ല കൂട്ടുകാരൻ. നമ്മുടെ കുട്ടിയോട് ആരാണ്ട് ചങ്ക് എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പയാണെന്ന് പറയണം, എൻ്റെ ഉമ്മയെന്ന് പറയണം. എന്താ? അങ്ങനല്ല. നമ്മളെ വേണ്ട, നമ്മുടെ വാക്കുകൾക്ക് വിലല്ല. ഇപ്പൊ നമ്മൾ പറയും നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ടില്ലേ? അവന് വേറെ റൂമുണ്ട്, അവൻ്റെ റൂമിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്നേഹമായി നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഈ ചോദിച്ചത് വാങ്ങിക്കൊടുക്കലോ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കലോ ഇതല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകലാണ്, അവർ നമ്മളെ കേൾക്കലാണ്, അവരെ നമ്മളും കേൾക്കലാണ്, അവരുടെ കൂടെ നടക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളുടെ കൂടെ കുതിര കളിച്ചിട്ടുണ്ട്, അല്ലെ, പിന്നെ ഒട്ടകം കളിച്ചിട്ടുണ്ട്.
ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തോളിരുത്തിയിട്ട് ഒട്ടകം മുട്ടുകുത്തി പോകുമ്പോൾ റസൂലുള്ളാഹി പോയിട്ടുണ്ട്. ഉമൈർ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. റസൂലുള്ളാഹി ഒരിക്കൽ ഉമൈറിനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ഉമൈർ, നിന്റെ പക്ഷിക്കുഞ്ഞിന്റെ വിശേഷം എന്താണ്? അങ്ങോട്ട് ചോദിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നത് കണ്ട റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നിട്ട് സ്വീകരിക്കും, ചേർത്തിരിക്കും. നമ്മളെ കുട്ടികൾ വരുന്നുണ്ട്, നമ്മൾ ഒരു കാല് ഇങ്ങനെ രണ്ട് തൂക്കിട്ടാണെങ്കിൽ മറ്റേ കാലിന് മുകളിൽ കെറ്റി വെക്കണം. പാപ്പയാണ് ഗൗരവം പോയി ഇങ്ങോട്ട് അല്ലേ, ഒരു വക്കാർ ഒരു ഗാംഭീര്യം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കാലിൻ്റെ കാല് മുകളിൽ കെറ്റി വെച്ചിരിക്കാം. ഒരു പേടി വേണമാണ് കണ്ടാൽ. അങ്ങനെ ഇല്ല. ഇതിനധികം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മടിയിൽ മൂത്രയിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മടിയിൽ മൂത്രയിച്ചാൽ എന്താ ചെയ്യേണ്ടത്? പൊക്കി പിടിക്കണം എന്നല്ല, അവിടെ തന്നെ ഇരുത്തണം. പൊക്കി പിടിച്ചാൽ മൂത്രം അതോടുകൂടി സ്റ്റക്കാവും, പിന്നെ പോവില്ല. അതുകൊണ്ട് മടിയിൽ ഇരുന്ന് മൂത്രയിക്കണം, അങ്ങനെ മൂത്രയിക്കണം കഴിയട്ടെ. എന്തായാലും ആയല്ലോ, എന്തായാലും നമ്മൾ കഴുകണം, വൃത്തിയാക്കണം, സംശയമല്ല. അവിടെ പിടിച്ചിട്ട് പൊക്കണ്ടാന്ന്. അത് പൊക്കിയാലോ കുട്ടി ബേജാറായി എന്ന് മാത്രമല്ല, ആ കുട്ടി ആ മൂത്രം അതോടുകൂടി എന്തായി അവിടെ നിന്നു, പിന്നെ മൂത്രയിക്കൂല, പിന്നെ കുറച്ച് ചെയ്യണം. അതുപോലെ റസൂലുള്ളാഹി പഠിപ്പിച്ചു. അപ്പൊ കുട്ടികളെ കൂടെ ഉണ്ടാവൽ, അവന്റെ വിശേഷങ്ങൾ ചോദിക്കൽ, അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മുടെ കുട്ടികളെ നമ്മൾ പട്ടാള ചിട്ടയിൽ ഇങ്ങനെ വളർത്തി കൊണ്ടുപോയാൽ അവസാനം നമുക്ക് എതിരെ എപ്പോഴാണ് അവസരം കിട്ടുക, അപ്പോൾ നമ്മുടെ എതിരെ അവരെന്ത് ചെയ്യും? ഉറങ്ങിത്തുള്ളും, ഒരു സംശയമില്ല. ഒരു ചെക്കൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഉമ്മാനെ കൊല്ലാനുള്ള കാരണം ജന്മം നൽകിയതിൻ്റെ പ്രതികാരമാണ്. ഉമ്മ ജന്മം നൽകി ഓൻ ചെയ്ത സമ്മാനമാണ് ഉമ്മാനെ കൊല്ല. അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരം ജില്ലയിൽ തൻ്റെ കുടുംബത്തിലെ ഉമ്മാനടിച്ചു. ഉമ്മ മരിച്ചെന്ന് വിചാരിച്ച് വല്യമാനെ കൊന്നു, വല്യമ്മ മരിച്ചു അല്ലേ. അത് കഴിഞ്ഞ് മൂത്താപ്പനെ കൊന്നു, മൂത്തുമ്മയെ കൊന്നു, കാമുകിയെ കൊന്നു, അനിയനെ കൊന്നു. ഒരു കുടുംബത്തിലെ 5 ആൾക്കാരെ കൊന്നു. കാമുകിയടക്കം 5 ആൾക്കാർ. ഉമ്മ പരിക്കേറ്റു, ഹോസ്പിറ്റലിൽ. നമ്മളിങ്ങനെ വായിച്ചപ്പോൾ മനസ്സിലാക്കി ഓന് കഞ്ചാവാണ്, ഓന് MDMA ആണ് അല്ലേ. അവൻ അന്നൊരു MDMA അടിച്ചിട്ടില്ല, ഓനന്നൊരു കഞ്ചാവില്ല, ഓനക്ക് അന്നൊരു ലഹരിയില്ല. എന്നൊരു പറഞ്ഞാൽ അവൻ അനിയനെ അനിയനെ കൊന്നത് എന്തിനാണെന്നറിയോ? സ്നേഹം കൊണ്ടാണ് കൊന്നത്. അംഗീകരിക്കോ ഞാൻ പറഞ്ഞാൽ? എന്തൊക്കെ മൂപ്പര് റമദാൻ മാസത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണം, അനിയനെ സ്നേഹം കൊണ്ട് കൊന്നു. ഓൻ കൊടുത്ത റിപ്പോർട്ടാണ് അനിയനെ സ്നേഹം കൊണ്ട് കൊന്നു. എന്തേ കാരണം എന്നറിയാം? അവൻ 22ാമത്തെയോ 23ാമത്തെയോ വയസ്സിൽ അവൻ്റെ ബർത്ത്ഡേ അവൻ കഴിക്കുന്നുണ്ട്. ബർത്ത്ഡേ കഴിക്കാൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. വെഡിങ് ആനിവേഴ്സറി കഴിക്കാൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയമാണ് അല്ലേ. അതൊക്കെ ഹറാമാണ്, അത് മറ്റു മതസ്ഥരുടെ സംസ്കാരമാണ്. ശരി, അവൻ ബർത്ത്ഡേ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അവൻ കേക്ക് മുറിക്കാൻ കാമുകി നിൽക്കുന്നുണ്ട്, അനിയൻ നിൽക്കുന്നുണ്ട്, ഉമ്മ നിൽക്കുന്നുണ്ട്. ഇവൻ കേക്ക് മുറിച്ചിട്ട് ആർക്കാദ്യം കൊടുത്തിട്ടുണ്ടാകാം? ഉമ്മാക്കാണ് കേക്ക് മുറിച്ച് ആദ്യം കൊടുത്തത്. ആ ഉമ്മാനെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം തലക്കടിച്ചത്. അവൻ കള്ളു കുടിച്ച് വന്നിട്ടല്ല അടിച്ചത്. അവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട്. കാരണം നല്ല സാമ്പത്തികമായ അവസ്ഥയിൽ ജീവിച്ചു, കിട്ടാതായപ്പോൾ എന്തായി? എല്ലാവരും ശത്രുവായി. ഇതാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ക്ലാസ്സുകളിൽ പറയുന്നത്, നാളെ മക്കൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്താൽ അവർ നമ്മളെ ശത്രുവാക്കുകയാണ്. അതുകൊണ്ട് കിട്ടാതെയായി. വാപ്പ നാട് വിട്ടു പോയി, പ്രവാസ ലോകത്താണ്. ഇവനെന്ത് ചെയ്യണില്ല, സാമ്പത്തികമായി ഒന്നും കിട്ടണില്ല, അടിച്ചുപൊളി ജീവൻ നടക്കണില്ല. അവസാനം ഉമ്മ ശത്രുവായപ്പോൾ ഉമ്മാൻ ആദ്യം കൊന്നു എന്നാ വിചാരിച്ചു. തലക്കടിച്ചു, ഉമ്മ മരിച്ചു വിചാരിച്ചു. ആ ഉമ്മ മരിച്ചത് വീട്ടിൽ അറിയണത് ആരാണ്? വല്യമ്മ. ആ വല്യമ്മാനെ കൊന്നത് ആരറിയില്ല, അതുകൊണ്ട് വല്യമ്മാനെ കൊന്നു. പക്ഷെ ഉമ്മ മരിച്ചിട്ടില്ല. ഇനി പൈസ ജയിക്കാൻ വേണ്ടി മൂത്താപ്പാൻ അടുക്കലേക്ക് വന്നു. മൂത്താപ്പ പൈസ നിഷേധിച്ചപ്പോ തരില്ല എന്ന് പറഞ്ഞപ്പോൾ മൂത്താപ്പാൻ ആ ദേഷ്യം കൊണ്ട് കൊന്നതാണ്. മൂത്താപ്പ മരിച്ചു തരണതാരാ? മൂത്തുമ്മ. അതറിയാതിരിക്കാൻ അപ്പോഴും അവൻ രക്ഷപ്പെടണം എന്നാണ് മൂത്തുമ്മനെയും കൊന്നു. എന്നുള്ള കാമുകിയുണ്ട്, അനിയനുണ്ട്. അപ്പൊ കാമുകനെ വിളിച്ചു വരുത്തി. അപ്പോഴും അവന് ആത്മഹത്യ ചെയ്യണമെന്നില്ല, ആത്മഹത്യക്ക് ശ്രമിക്കണമെന്നില്ല. കാമുകനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു. അവള് വിസമ്മതിച്ചു, പേടിച്ചു. അവള് അവിടെ വരില്ല എന്ന് പറഞ്ഞു. അവളെയും കൊണ്ടു. ഞാൻ ബാക്കിയുള്ളത് അനിയനാണ്.
ഇവനെന്താ ഉള്ളത്? ജയിലാണ്. അപ്പോൾ ജയിലിൽ പോയാൽ അനിയൻ എങ്ങനെ ജീവിക്കും? അനിയൻ ആരും നോക്കും? ഉമ്മല്ല, വല്യമ്മല്ല, മുത്തുമല്ല, മുത്തപ്പില്ല. ഇവനെ നോക്കാൻ ഇനി ആരുമില്ല. അതുകൊണ്ട് ഇനി ഞാൻ മരിച്ച്, ഞാനിത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ആ വിഷം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ മരിച്ചാൽ ഇനി അനിയൻ എങ്ങനെ ജീവിക്കും എന്ന പേടി കൊണ്ട് അവൻ പട്ടിണി എടുക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. അവൻ്റെ കാര്യം ആലോചിച്ചിട്ട് സ്നേഹം കൊണ്ട് അവനൊന്നും സംഭവിക്കണ്ട എന്ന് വിചാരിച്ച സ്നേഹം കൊണ്ടാണ് അവൻ അനിയനെയും പോകുന്നത്. അതുകൊണ്ടല്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ നാട്ടുകാർ പറഞ്ഞത് അവൻ അനിയൻ്റെ കൂടെ ബൈക്കിൽ പള്ളിയിലേക്ക് പോകുന്നു, ഒരുമിച്ച് വരുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അനിയൻ ശത്രുവായി എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് നാട്ടുകാർ ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞില്ലേ. സ്നേഹം കൊണ്ടാണ് അനിയനെയും കൊന്നത്. എന്നിട്ടാണ് അവൻ വിഷം കുടിച്ചത്. അങ്ങനെയാണ് അവൻ പിടിക്കപ്പെട്ട് ജയിലിലായത്. അപ്പൊ എന്താ മനസ്സിലായി? നമ്മുടെ മക്കൾ ചോദിക്കുന്നെല്ലാം വാങ്ങിക്കൊടുത്ത് അവസാനം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരു സാമ്പത്തികമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവായി മാറും. ഒരു സംശയം വരുവാണ്ട. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എല്ലാം വാങ്ങിക്കൊടുക്കാനുള്ള സ്നേഹം. ഇന്നിപ്പോൾ 6 മണിക്ക് മന്തി പറഞ്ഞാൽ 6:15 വീട്ടിൽ മന്തി എത്തി. അതിലാളുകളെ ചോദിക്കട്ടെ, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ച 10 കാര്യങ്ങൾ 10 കിട്ടിയിട്ടുണ്ടോ? കിട്ടില്ല. ഒരു പെരുന്നാൾ വസ്ത്രം വെച്ചാൽ കിട്ടും? കിട്ടൂല. ഒരു പെരുന്നാൾ വസ്ത്രം എടുത്ത പിന്നെ അടുത്ത 2 പെരുന്നാൾ വസ്ത്രം ഉണ്ടാവില്ല. ഒന്ന് ഷർട്ട് പാൻറ് വാങ്ങി തന്നാലോ ഞാൻ അടുത്ത പെരുന്നാൾ ഉണ്ടെന്നുണ്ടാവില്ല. പാൻറ് ഉണ്ടാവില്ല, ഷർട്ട് ഉണ്ടാവുള്ളൂ. പാൻറ് മറ്റേതുണ്ട്. സ്കൂളിലേക്കും പാൻറ് അതാണ്, കല്യാണം വീട്ടിലേക്കും പാൻറ് അതാണ്, പെരുന്നാളിന് പാൻറ് അത് തന്നെയാണ്. ചോദിച്ചതെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല. ചോദിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ചോദിക്കുമ്പോൾ അപ്പം തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാൻ നമ്മൾ പഠിച്ചു. കിട്ടുന്നതിന്റെ വില നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തതാണ് ഒന്നിനും വിലല്ല. കിട്ടുന്ന ഒരു സാധനത്തിനും വിലല്ല. കാരണം ചോദിക്കുന്നതെല്ലാം എന്നിട്ട് അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ വല്ലാത്തൊരു കുതിർത്തിൻ്റെ ലോകത്താണ്. 10ാം ക്ലാസ്സിന് താഴെയുള്ള +2 പ്രായത്തിലുള്ള ഡിഗ്രിയുടെ സമയത്തുള്ള കുട്ടികളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കുറേ ആൾക്കാർ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കില്ല. നിങ്ങളറിയാതെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്. ഫീസ് ഇറക്കുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാമിന് ആരെങ്കിലും ഫീസ് ഇറക്കുന്നുണ്ടോ? ഗെയിം കളിക്കാനൊക്കെ ഫീസ് ഇറക്കുന്നുണ്ടോ? ഇല്ല. അത് വെറുതെ തന്നെ തരാം? അല്ല. നമ്മൾ അതിൻ്റെ മുന്നിലിരിക്കുന്ന സമയമാണ് അവരുടെ പണം. മനസ്സിലാവുണ്ടോ? നമ്മൾ റീൽസ് കാണുന്നതിനനുസരിച്ച്, നമ്മൾ വ്ലോഗ് കാണുന്നതിനനുസരിച്ച് അവർക്ക് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്താൽ അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ കിട്ടണത്? ഒന്നും കിട്ടണില്ല. ഒരു ഗെയിം കളിച്ചിട്ട് എന്ത് കിട്ടണോ? ഗെയിം കളിച്ചിട്ട് എന്താ കിട്ടണം? ഉറക്കം പോയി കിട്ടണുണ്ട്. അതല്ലാതൊന്നും കിട്ടണില്ല. ഫോണിലെ ചാർജ് തീർന്ന് കിട്ടുന്നുണ്ട്. ഇതല്ലാതെ കിട്ടണില്ല. പിന്നെ ഇങ്ങനെ വെടിച്ചടക്കുക. എന്താണ്? ഫ്രീ ഫയർ ആണ്, പബ്ജി ആണ്, അല്ലേ? വെടിവെച്ച് ഇങ്ങനെ നടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടന്മാർ, ഏറ്റവും വലിയ മണ്ടന്മാർ ഗെയിം കളിക്കുന്നവർ. ഞാൻ അതല്ലാന്ന് പറഞ്ഞാൽ തെളിച്ചാണ്. കാരണം 1.5 മണിക്കൂർ ഇരുന്നിട്ട് അവന് എന്തെങ്കിലും ഒരു ഉപകാരം. പക്ഷെ ഗെയിം ഉണ്ടാക്കിയ ആൾ ഇവനെ ഇരുത്താൻ വേണ്ടിയിട്ട് കുറേ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നറിയോ? ഒരു സ്റ്റേജ് കഴിയണം അടുത്ത സ്റ്റേജിൽ എത്തണമെങ്കിൽ. ഒരു സ്റ്റേജ് അങ്ങോട്ട് കഴിഞ്ഞാൽ അവന് കുറച്ച് സമ്മാനമൊക്കെ കൊടുക്കും. അപ്പോൾ വിചാരിച്ചത് സമ്മാനം കിട്ടി, അടുത്ത സ്റ്റേജിലേക്ക് പോയി. അവനെ പറ്റിച്ചാണ്, അവനെ പൊട്ടനാക്കിയതാണ്. അമ്മ വിചാരിച്ചെന്താ ഈ സ്റ്റേജ് തന്നെ കഴിഞ്ഞു പോയിട്ട് എന്താ ഒന്നും കിട്ടല്ല. ഇവൻ അതിൻ്റെ മുന്നിൽ ഇരുത്താൻ, അവനെ കൊണ്ട് കളിപ്പിക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തു, നമ്മളെ പറ്റിച്ചു. ഇനി നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ കണ്ടാൽ എന്താ നമുക്ക് കിട്ടണത്? നമ്മളെ സമയം പോയി കിട്ടി. അവർക്ക് എന്താ കിട്ടണത്? ആ വീഡിയോ ഇട്ട ആൾക്ക് പൈസ. ഈ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും ഞാൻ എന്ത് ചെയ്യണം? ഓരോ ഫോണ് തരാൻ. എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ ഇരുന്നിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരുടെ കയ്യിലും ഞാൻ ഓരോ ഫോണുണ്ട്. എന്നിട്ട് നിങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് കാണുക. ഗ്രൗണ്ടിൽ പോകാതെ, മാവിൻ്റെ മുകളിൽ കയറാതെ, നിങ്ങൾ വീട്ടിലെ
പിന്നെ സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതെ നിങ്ങളെല്ലാവരും 2-5 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണ്. ഞാനിങ്ങനെ ലോകം ചുറ്റിക്കറങ്ങും. കുളു, മണാലി, കാശ്മീർ, ലഡാക്ക് ഇതൊക്കെ ഞാനിങ്ങനെ പോയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന പൈസ നിങ്ങളിവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ പൈസ. നിങ്ങൾ 5 മണിക്കൂർ കണ്ടാൽ എനിക്ക് ഡോളറുകൾ വരും എൻ്റെ അക്കൗണ്ടിലേക്ക്. നിങ്ങൾക്ക് എന്താ കിട്ടി? ഒന്നും കിട്ടിയില്ല. അപ്പം എന്താ, നിങ്ങൾ കാണുന്ന സമയത്തിനനുസരിച്ചാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അപ്പം നിങ്ങൾ എന്താക്കി? ഒരു മുതലാക്കി. അപ്പം നിങ്ങളെ ആൾക്കാർ പറ്റിക്കുന്നുണ്ട്, ചതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗെയിം നമ്മൾ ആദ്യം ഒഴിവാക്കിയിട്ട് ആ ബൂട്ടും നല്ലൊരു കുപ്പായി കിട്ടുകയാണ് ഗ്രൗണ്ടിൽ കിടറുക. ഗ്രൗണ്ട് എന്നാൽ നമ്മളെ ശരീരത്തിന് നല്ലതാണ്, നമ്മുടെ കാലിനുമൊക്കെ നല്ലതാണ്. നല്ല ബോഡി ഉണ്ടാവും. പിന്നെ പൊത്തി പിടിച്ച് മാവിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറാം. ഇന്നത്തെ കുട്ടികൾക്ക് മാവിൻ്റെ മുകളൊന്നും അറിയില്ല, മാവൊന്നും അറിയില്ല, മരത്തിന് മുകളിൽ കയറാണെന്ന് അറിയില്ല. എത്ര കുട്ടികൾ ഇങ്ങനെ മുങ്ങി മരിക്കുന്നുണ്ട്. എന്താ കാരണം? ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചെന്ന് കുളത്തിൽ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നീന്താൻ അറിയില്ല. പണ്ടൊക്കെ നീന്താൻ പഠിക്കും, മാവിൻ്റെ മുകളിൽ കയറാൻ പഠിക്കും അല്ലേ? ഇതൊന്നും അറിയില്ല. അപ്പോൾ ആകെ എന്താ അറിയാം, ഇതിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വെട്ടിക്കാൻ അറിയാം. എന്നിട്ട് പൗഡറൊക്കെ ഇട്ടിരിക്കണം ഇതിൻ്റെ മുകളിൽ, വേഗം കൈ ഇങ്ങനെ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് പൗഡർ ഇതിലാണ്. പൗഡറിൻ്റെ ചിലവ് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നല്ല, പ്രസവിച്ച് കൊടുക്കുന്ന കുട്ടികൾക്കൊന്നല്ല. പൗഡറിൻ്റെ ചിലവ് നമ്മൾ വലിയ കുട്ടികൾക്കാണ്. രാത്രി ഇതിങ്ങനെ പൗഡർ ഇതിങ്ങനെ കളിക്കുമ്പോൾ ചെയ്യണം, ഒരു വഴുവഴുപ്പോ അല്ലെങ്കിൽ കുറച്ച് വേർപ്പൊന്നും ആകരുത്. നമ്മൾ പൗഡർ ഇട്ട വേഗം സ്പീഡിൽ ഇങ്ങനെ വെട്ടിച്ചു പോകാം. എന്തോ കിട്ടണേ, കുറേ വെട്ടി ഉണ്ടെങ്ങനെ തീർന്നു, വേറെ ഒന്നും കിട്ടണില്ല. അതുകൊണ്ട് കുട്ടികൾ നിങ്ങളെ പറ്റിക്കണം, പലരും ചതിക്കണം. അതുകൊണ്ട് നിങ്ങളതിൽ പെട്ടുപോകരുത്. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല അവസരമുണ്ട്. നിങ്ങൾ കളിക്കണം, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. നിങ്ങൾ മാവിൻ്റെ മുകളിൽ കയറണം. ഇതിലുണ്ടോ? നിങ്ങൾ മീൻ വളർത്തണം, വീട്ടിൽ നിങ്ങൾ കോഴിനെ വളർത്തണം, നിങ്ങൾ പ്രാവിനെ വളർത്തണം. എന്നിട്ട് പൈസ ഉണ്ടാക്കണം. നിങ്ങൾ ഉപ്പാക്ക് നല്ല കുപ്പായി വാങ്ങി കൊടുക്കണം. പെരുന്നാണ് ഈ പെരുന്നാണ്, അടുത്ത പെരുന്നാണ് അല്ലേ? ഇതല്ലാതെ നമ്മൾ ഉപ്പാൻ്റെ പൈസ ഇങ്ങനെ കളയുന്നവരായിട്ട് മാറരുത്. ഗെയിം കളിച്ചിട്ട് 3 ലക്ഷം രൂപ ഒറ്റപ്പാലത്ത് 2 ദമ്പതികളുടെ പോയി. എന്താ പിന്നെ എന്തൊക്കെ അക്കൗണ്ടിലൂടെ ഇങ്ങനെ പോയി. അവസാനം എന്തായി? ആ ഫോൺ നമ്പർ ബാങ്കുമായി ലിങ്ക് ഉള്ളതാണ്. 3 ലക്ഷം പോയി. ഒരു അഡ്രസ്സില്ല. എവിടെ ചോദിക്കുക? ഒരു അഡ്രസ്സില്ല. നഷ്ടങ്ങളാണ് മക്കളെ കൊണ്ടുണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം. അതേപോലെ തന്നെ മക്കളെന്ന വിഷയത്തിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ സ്ഥാനം എവിടെ കാണുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പല മാതാപിതാക്കളും ഇന്ന് ഖബറിലാണ് അല്ലേ? നമ്മെ മുന്നേ അവർ പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്തൊരു മഹത്തായ 2 ആളുകളാണ്. ദീൻ അത്രയും കണിശമായ കടുത്ത ഭാഷയിലാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖതബതു ഇംറഅതൻ ഫഅബത് അൻ തൻകിഹനി. ഞാനൊരു പെണ്ണിനെ ആഗ്രഹിച്ചു വിവാഹം കഴിക്കാൻ. അവൾ എന്നെ വിസമ്മതിച്ചു. അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു. എന്നിട്ട് അവൾക്കോ ആ വിവാഹത്തിൽ ഇഷ്ടവുമായിരുന്നു. ഫഗിർതു അലൈഹ. എനിക്ക് ആ പെണ്ണിനോട് ദേഷ്യം വന്നിട്ട് ഫഖതൽതുഹ. ഞാൻ അവളെ കൊന്നു. കൊലപാതകം എത്ര വലിയ പാപമാണ്! ഒരു മനുഷ്യനെ കൊന്നാൽ ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യനെയും കൊന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഈ മനുഷ്യൻ വന്നിട്ട് പറയണത്, ഞാനൊരു പെണ്ണിനെ ആഗ്രഹിച്ചു, അവൾ എന്നെ വിസമ്മതിച്ചു, അവൾ വേറെ വിവാഹം കഴിച്ചു, ആ വിവാഹത്തെ അവൾക്ക് ഇഷ്ടവുമായിരുന്നു, ആ ദേഷ്യം കൊണ്ട് ഞാൻ അവളെ കൊന്നു. ഇതിൽ അദ്ദേഹം ചോദിക്കാണ്, ഫഹല്ലി മിൻ തൗബ. എനിക്ക് പശ്ചാത്താപമുണ്ടോ? എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? എനിക്ക് തൗബയുണ്ടോ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, ഉമ്മുക ഹയ്യത്തുൻ. നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? കൊലപാതകിയോട് എന്താണ് എൻ്റെ രക്ഷാമാർഗം എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കാണ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞില്ല, ഉമ്മ ജീവിച്ചിരിക്കണില്ല, ഉമ്മ മരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, തുബ് ഇലല്ലാഹി അസ്സ വജൽ വതഖറബ് ഇലൈഹി മസ്തതഅത. അതുകൊണ്ട് അല്ലാഹുമായി കഴിവിൻ്റെ പരമാവധി എടുത്തിട്ട് അവർ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചോ എന്നാണ്. എന്നാൽ ആ മനുഷ്യനെ തിരിച്ചയച്ചു. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അത്താബിൻ യസാർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ മനുഷ്യൻ പോയപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ്? ലിമ സഅൽതഹു അൻ ഹയാതി ഉമ്മിഹി. അദ്ദേഹത്തിൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്
എന്തിനാണ് അദ്ദേഹത്തോട് താങ്കൾ ചോദിച്ചതെന്ന്. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞ വാചകം എന്താ അറിയോ? ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജൽ മിൻ ബിൽ വാലിദ. ഇന്നി ലാ അഅലമു അമലൻ, എനിക്കൊരു കർമ്മവും അറിയില്ല, എനിക്കൊരു ഇബാദത്തും അറിയില്ല, ഒരു പ്രവർത്തനവും അറിയില്ല. അഖറബ ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക് ഒരു അടിമയെ അടുപ്പിക്കുന്നത് ഏതിനേക്കാൾ? മിൻ ബിൽ വാലിദ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഒരു അടിമയെ അടുപ്പിക്കുന്ന മറ്റൊരു കർമ്മവും എനിക്ക് വേറെ അറിയില്ല എന്നാണ്. അത്രത്തോളം പ്രിയപ്പെട്ടവരെ മഹത്വമുള്ളവരാണ് നമ്മുടെ ഉമ്മ. നമ്മുടെ ഉമ്മ നമ്മുടെ സ്വർഗത്തിന്റെ 2 വാതിലുകളാണ്. ഒരു പണ്ഡിതൻ ഒരിക്കൽ വികാര നിർഭരനായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ താങ്കൾ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ലഹു ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, എനിക്ക് സ്വർഗത്തിലേക്ക് തുറന്നിട്ട 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു ഈ ദുനിയാവിൽ. ഫഉഗ്ലിക് അഹദഹുമാ, അതിലൊന്ന് അടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എൻ്റെ ഉമ്മ മരിച്ചു, അതാണ് ഞാൻ എത്ര നേരം കരയാനുള്ള കാരണമെന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു. നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഒരു സംശയം അതിൽ വേണ്ട. ഇനി അവർ മരിച്ചാൽ നമ്മുടെ സ്വർഗത്തിന്റെ വാതിലുകൾ അടഞ്ഞു മാത്രമല്ല, അവരോട് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ചാണ്. മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ബാധ്യതയുണ്ട്. മരിച്ചാലും നമ്മൾ ബാധ്യതയുള്ളൊരു വിഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരുടെ ബന്ധങ്ങൾ നമ്മൾ നിറവേറ്റണം, വസിയത്തുകൾ നമ്മൾ പാലിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാറിന് ചോദിക്കണം, സ്വതക്ക നൽകണം, കരാറുകൾ നമ്മൾ പൂർത്തീകരിക്കണം. ഇതെല്ലാം ബാധ്യതകൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ സ്ഥാനം നമുക്ക് എല്ലാവർക്കും സമാധാനമുണ്ട്. നമ്മുടെ ഉമ്മയും ഒരിക്കലും വൃദ്ധസദനത്തിലല്ല എന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ വീട് വൃദ്ധസദനമാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മളെന്താ ന്യായം പറയാം? ഭക്ഷണമുണ്ട്, നല്ല റൂമുണ്ട്, ബാത്റൂം സൗകര്യമുണ്ട്, മരുന്ന് നേരത്തിനുണ്ട്, ഇതൊക്കെ വൃദ്ധസദനത്തിലും കിട്ടും. നല്ല ഭക്ഷണം കിട്ടും, നല്ല ബെഡ്റൂം കിട്ടും, ഒക്കെ കിട്ടും. കിട്ടാത്ത ഒന്നേ ഉള്ളൂ, സ്നേഹമാണ്. അത് വൃദ്ധസദനത്തിൽ കിട്ടൂല, അത് കൊടുക്കാൻ വേറെ ആർക്കും കഴിയില്ല. അത് മക്കളായി നമുക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കൽ, അവരെ കേൾക്കൽ, പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെ, ജിഹാദിന് പോകുന്ന ആളോട് ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ അവിടെ പോയി ജിഹാദ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വെട്ടും മുറിവും ഏൽക്കുന്നതിനേക്കാൾ അതുപോലെയുള്ളൊരു പ്രയാസമാണ് വൃദ്ധമാതാക്കളെ പരിചരിക്കലെന്ന് ദീന പഠിപ്പിക്കാൻ. യുദ്ധത്തിൽ കുത്തും വെട്ടൊക്കെ ഏൽക്കൽ എത്ര ബുദ്ധിമുട്ടുണ്ടോ അതേപോലെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും, പരിക്കുകൾ ഉണ്ടാവും, നമുക്ക് ദേഷ്യം വരും. ചിലവരും കുട്ടിയാണെങ്കിലും സമാധാനിക്കായിരുന്നു, കുട്ടിയായിരുന്നെങ്കിലും സമാധാനിക്കായിരുന്നു. കുട്ടി എന്നല്ലേ, പ്രായത്തുമ്പോൾ കുട്ടികളാകും, കുട്ടികൾ പെരുമാറും പോലെ പെരുമാറും. എന്താ പറയുക? കുട്ടിയാണെങ്കിൽ സമാധാനിക്കായിരുന്നു, കുട്ടി പെരുമാറുന്ന പോലെ പെരുമാറും. ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ അവരെങ്ങനെ നമ്മളെ വളർത്തി, ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ അവരെങ്ങനെ നമ്മളെ പരിഗണിച്ചു. അല്ലേ, പണ്ടത്തെ കഥകൾ നമ്മുടെ ഉപ്പമാർ കാർന്നവന്മാർ പറയുമ്പോൾ കണ്ണുനീരല്ലാതെ നമ്മുടെ പിന്നെ കണ്ണിൽ നിന്നും വരില്ല. അവർ എന്താ കഴിച്ചത്, അവരെന്താ ഉടുത്തത്, അവരെന്താ അവരെ പരിഗണിച്ചത്, നമ്മളെ അല്ലാതെ അവരെന്താ നോക്കിയത്. ചിലരിങ്ങനെ പറയും, ഈ പാത്രത്തിൽ കുറച്ച് വറ്റുണ്ടാവുന്നു അല്ലേ, ആ വറ്റിലെ വെള്ളം അവർ കുടിച്ചിട്ട് ആ വറ്റടങ്ങുന്ന വെള്ളം നമുക്ക് തന്നിട്ടുണ്ടോ? പഴയ കാരണന്മാർ പറഞ്ഞ കഥകളാണ് ഇത്. സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോയതാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ ത്യാഗവും പ്രയാസങ്ങളും നൊമ്പരങ്ങളും സഹിച്ചിട്ട് അവരുടെ വേദനകൾ വരെയും മറച്ചു വെച്ചിട്ട് നമുക്ക് വേണ്ടി ജീവിച്ചു. നമ്മളോ കുറച്ച് പ്രായമെത്തിയപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ കഴിവുള്ളവരായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ നമ്മളെ മറന്നു വിസ്മരിച്ചു. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ സ്ഥാനം എവിടെ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച്, സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ സൂക്ഷിച്ച്, ദീന് പറഞ്ഞ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എല്ലാവരോടുള്ള ബാധ്യതകൾ തെറ്റി നിൽക്കരുത്. ഒരാളോട്, കുടുംബത്തിൽ ഒരാളോട് നമ്മൾ തെറ്റി നിൽക്കരുത്. ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും വാട്സപ്പിലൊക്കെ, ആരാന്ന് ഇതുവരെ അറിയുന്നവർ.
ആരൊക്കെ ഇതിലുള്ളതെന്ന് അറിയണ്ടാവില്ല. കാരണം എന്താ, കുടുംബത്തിലെ മെമ്പർമാരെ വരെ ഇന്ന് നമുക്ക് ഓർമ്മയില്ല. മനസ്സിലാവുണ്ടോ? ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ സന്ദർശനം നടത്തണം, സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണം. നമ്മോട് തെറ്റി നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് എന്ത് ചെയ്യും, ബന്ധം പുലർത്തും. അതെനിക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്കെന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ വിധത്തിൽ ജ്യേഷ്ഠന്റെ സഹോദരങ്ങൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, എളാപ്പ മുത്താപ്പ മക്കൾ അങ്ങനെ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ കുടുംബമാണോ അതിന് നമുക്ക് യഥാവിധം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഈ ദീനിന്റെ പരിസരത്തേക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അൽഹംദുലില്ലാ, നമുക്കൊരു ഭവനം, അള്ളാഹുവിന്റെ ഭവനം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളിയാഴ്ച ദിവസം ആരൊക്കെയാണ് വരേണ്ടത്? നമ്മുടെ മക്കൾ വരണം, നമ്മുടെ ഭാര്യമാര് വരണം, നമ്മുടെ ഭർത്താവ് വരണം. നമ്മുടെ തറാവീഹ് നമസ്കാരത്തിൽ ആരൊക്കെ വരണം? നമ്മുടെ മക്കളുണ്ടാകണം. അവർ പുറകിൽ കളിച്ചേക്കാം, അവർ ശബ്ദം ഉണ്ടാക്കിയേക്കാം, അല്ലെ? അവിടെയും നമ്മൾ നീരസം കാണിക്കണ്ട. എന്തായാലും നമ്മുടെ മക്കള് പള്ളിയിൽ മുണ്ട് പൊക്കി മൂത്രയിച്ചൊന്നുമില്ലല്ലോ. പള്ളിയിൽ മുണ്ട് പൊക്കി മൂത്രമൊഴിച്ച വ്യക്തിയോട് വരെ മാന്യമായിട്ടാണ് ഇടപെട്ടത്. കാരണം അറിവില്ലാത്തവരാണ്, കുട്ടികൾ അറിവില്ലാത്തവരാണ്. ആ മുണ്ട് പൊക്കി മൂത്രമൊഴിച്ച വ്യക്തിയോട് പള്ളിയാണ് എന്ന് മാന്യതയോടുകൂടി പറഞ്ഞിട്ട് ആ മനുഷ്യനോട് വെള്ളം കൊടുന്ന് ഒഴിക്കാനല്ല പറഞ്ഞത്, സ്വഹാബികളോട് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാനാണ് പറഞ്ഞത്. കാരണം ആ വ്യക്തി അറിവില്ലാത്ത ആളാണ്. അതേപോലെ നമ്മുടെ മക്കൾ പള്ളിയിൽ വന്ന് എന്തെങ്കിലും ഒച്ചപ്പാട് പാടുണ്ടാക്കുമ്പോൾ മുഖം കറുപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ പള്ളിയിലേക്കല്ലാതെ ഇങ്ങനെ നമുക്ക് വേറെ കൊണ്ട് നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കേണ്ടത്, ദീനിന്റെ പരിസരത്തേക്ക് കൊണ്ടുവരേണ്ടത്, മദ്രസകളിൽ ചേർത്തേണ്ടത്, അവരുടെ പഠനം നല്ലതുപോലെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ കുടുംബസമേതമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ മതപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ഉറപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കുടുംബ ബന്ധം എന്നത് അള്ളാഹുവിന്റെ അർശുമായി അള്ളാഹു ബന്ധപ്പെടുത്തിയതാണ്. എന്നിട്ട് കുടുംബ ബന്ധം വിളിച്ചു പറയുന്നു എന്നാൽ മൻ ഖതഅനി ഖതഅഹുല്ലാഹ്, ഞാനുമായി ആര് ബന്ധം മുറിച്ചുവോ അവൻ അള്ളാഹുമായി ബന്ധം മുറിച്ചവനാണ്. മൻ വസലനി വസലഹുല്ലാഹ്, ഞാനുമായി ആര് ബന്ധം ചേർത്തുവോ അവൻ അള്ളാഹുമായി ബന്ധം ചേർത്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നിസ്സാരമായ കാര്യമല്ല, അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഇടയിലുള്ളതാണ് ഈ കുടുംബം എന്നുള്ളത്. അതുകൊണ്ട് ഒരാളോടും തെറ്റി നിൽക്കാതെ, പിണങ്ങി നിൽക്കാതെ, വാശിയില്ലാതെ, വിട്ടുവീഴ്ച കാണിച്ച് താഴ്മയോടെ ചെന്ന് സലാം പറഞ്ഞു തുടങ്ങിയാൽ നാം അവസാനിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അത്തരം നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ലോകം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഭയത്തിന്റെയും പേടിയുടെയും നിമിഷങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമുദായത്തിനെയും മുസ്ലിം രാജ്യങ്ങളെയും എല്ലാം ആക്രമിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് ശത്രുക്കളുടെ കരങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുതന്ത്രങ്ങൾ നിന്ന് ഈ ഉമ്മത്തിനെയും ഈ ഉമ്മത്ത് ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളെയും എല്ലാം സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെല്ലാം തകർക്കുമാറാകട്ടെ. ആ നാടുകളിൽ അല്ലാഹു നിർഭയത്വം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.